മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു പേരുകേട്ട ആബിദാണ്. ദുആ ഹിജാബത്തുള്ള പ്രഗൽഭനായ ഒരു സ്വഹാബിയാണ്. അദ്ദേഹം രാത്രി ഇശാ നിസ്കാരം കഴിഞ്ഞ് അല്ലാഹുവിനോട് ദുആ ചെയ്യാണ്, അല്ലാഹുമ്മ ഹസ്സിൻ ഖുലുഖി കമാ ഹസ്സൻത ഖൽഖി. അല്ലാഹുവേ, എന്റെ സ്വഭാവം നീ നന്നാക്കണേ അല്ലാഹ്, ഇതുപോലെ കമാ ഹസ്സൻത ഖൽഖി, എന്റെ സൃഷ്ടിപ്പിനെ നീ നന്നാക്കിയതുപോലെ, എന്റെ ശരീരത്തെ നീ നന്നാക്കിയതുപോലെ എന്റെ സ്വഭാവത്തെ നീ നന്നാക്കണേ എന്ന് ദുആ ചെയ്തു മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു. ഒരു തവണയല്ല, ഇശാ നിസ്കാരം കഴിഞ്ഞ് സുബഹി വരെ ദുആ ചെയ്യാണ്. അപ്പോഴാണ് മഹാനായ ഉമ്മുദ്ദർദാ റളിയല്ലാഹു അൻഹാ ചോദിച്ചത്, അല്ലയോ അബൂദർദാ, എന്തേ നിങ്ങൾ ഇശാ നിസ്കാരം കഴിഞ്ഞ് സുബഹി വരെ ഒരൊറ്റ ഒരു ദുആഇനെ ആവർത്തിക്കാനുള്ള കാരണം? അദ്ദേഹം പറഞ്ഞു, സ്വഭാവം നന്നായാൽ അയാൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഭാവം നന്നാകുമ്പോ സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു എളുപ്പമാക്കുമെന്നാണ്. നബി തങ്ങൾ ഹിജ്റ പോയി മദീനയിലെത്തുന്നത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. അവിടെ 10,000-കണക്കിന് ആളുകളുണ്ട്. എല്ലാ മതവിഭാഗക്കാരും അവിടെ ഉണ്ട്. അവർക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്, എന്താണ് നബി തങ്ങൾ ഇവിടെ പ്രസംഗിക്കാൻ പോകുന്നത്. മുശ്രിക്കീങ്ങളുണ്ട്, ക്രൈസ്തവരുണ്ട്, ജൂതന്മാരുണ്ട്, ഒന്നുമില്ലാത്ത ടീമുണ്ട്, മുസ്ലിങ്ങളുണ്ട്. അവിടെ പോയി പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു, അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, അഫ്ശുസ്സലാം, നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണം. നിങ്ങൾ ഭക്ഷണം നൽകണം. നിങ്ങൾ കുടുംബബന്ധം ചേർക്കണം. ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾ 2 റക്അത്ത് നിസ്കരിക്കണം. ഈ 4 കാര്യം ചെയ്താൽ തദ്ഖുലുൽ ജന്നത ബിസലാം, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സ്വർഗത്തിലെത്താമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഇവിടെ ആലോചിച്ചു നോക്കൂ, 4 കാര്യങ്ങളാ പറഞ്ഞത്. അതിൽ 3 സ്വഭാവ സംസ്കരണം. അഫ്ശുസ്സലാം, സലാമിനെ വ്യാപിപ്പിക്കണം. എന്താണ് സലാം എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. ഏത് സമയത്തും ഇത് പറയാലോ. ഗുഡ് മോർണിംഗ് ആരോടാ പറയുന്നത്? പിതാവ് മരിച്ച് ദുഃഖത്തിൽ ഇങ്ങനെ വരുന്ന ഒരാളോട് പറയാൻ ഗുഡ് മോർണിംഗ്. അയാൾക്ക് എന്ത് ഗുഡ് മോർണിംഗ്? അവരുടെ പിതാവ് മരണപ്പെട്ട ദുഃഖവുമായിട്ട് അയാൾ വരാൻ, മക്കൾ മരിച്ച ദുഃഖവുമായിട്ട് വരാൻ, അല്ലെങ്കിൽ കച്ചവടം പൂട്ടിയ ദുഃഖത്തിന്റെ ഭാരവും ഏറ്റി വരുമ്പോ ഗുഡ് ആഫ്റ്റർനൂൺ, നിങ്ങൾക്ക് നല്ല വൈകുന്നേരം, അല്ലെങ്കിൽ നല്ല പ്രഭാതം. ഇയാൾക്ക് എന്താ നല്ല പ്രഭാതം? നേരെ മറിച്ച് മരിച്ച ഒരാൾ ഇങ്ങനെ വരുമ്പോ അസ്സലാമു അലൈക്കും, അള്ളാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാവട്ടെ, സമാധാനം നിങ്ങളിൽ ഉണ്ടാവട്ടെ. എത്ര നല്ല പ്രാർത്ഥനയാണത്. ഈ പ്രാർത്ഥന നിങ്ങൾ പരസ്പരം വ്യാപിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാകും, നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാവൂല, സ്പർദ്ധയുണ്ടാവൂല, വിവേചനമുണ്ടാവൂല. സ്നേഹവും ഐക്യവും കെട്ടുറപ്പും ഉണ്ടാവാൻ നിങ്ങൾ സലാമിനെ വർദ്ധിപ്പിക്കണമെന്നാണ് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. രണ്ടാമതായി നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം നൽകണം. ആർക്കാണ് ഭക്ഷണം നൽകേണ്ടത്? നിങ്ങൾ നോക്ക്, 2 പെരുന്നാൾ നമുക്ക് 2 ആഘോഷങ്ങളാണുള്ളത്. ചെറിയ പെരുന്നാള് സാമ്പത്തികമായി അഭിവൃദ്ധിയുള്ള ആളുകളൊക്കെ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുമ്പോ പട്ടിണിപ്പാവങ്ങളായ ആളുകൾ അവർ പട്ടിണി കിടക്കാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ ഫിത്ർ സക്കാത്ത് നൽകണം. അവരുടെ പട്ടിണി മാറ്റിയിട്ട് ആഘോഷിച്ചാൽ മതി. പെരുന്നാൾ ദിവസം ഒരാളും പ്രയാസപ്പെടാൻ പാടില്ല. ഭക്ഷണമില്ലാതെ ദരിദ്രരായി, ഒരു മനുഷ്യന്റെ ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള നീഡാണല്ലോ, അല്ലെ, ഒരു ബേസിക് ആയിട്ടുള്ള നീഡാണ്. എന്ത് ആവശ്യമാണ്? എന്ത്? ഭക്ഷണം കഴിക്കാന്നുള്ളത്, ഭക്ഷണം വേറെ നിറയാന്നുള്ളത്. അപ്പൊ അത് പോലും ലഭിക്കാതെ ഒരാൾക്ക് എങ്ങനെ പെരുന്നാൾ ആഘോഷം ഉണ്ടാവുക? വസ്ത്രം പഴയതിട്ടാലും പട്ടിണി മാറിയാൽ മതി. അപ്പൊ ഇസ്ലാം പറഞ്ഞു, നിങ്ങൾ ചെറിയ പെരുന്നാളിന് ജനങ്ങൾക്ക് നിങ്ങൾ എല്ലാവർക്കും ഭക്ഷണം നൽകണം, ഫിത്ർ സക്കാത്ത് നൽകണം. അപ്പൊ വേറെ നിറഞ്ഞു, സന്തോഷമായി. രണ്ടാമത്തെ പെരുന്നാൾ വരുമ്പോ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ബലിയറുക്കണം, മാംസം ജനങ്ങൾക്ക് നൽകണം. ഈ 2 കാര്യങ്ങളും ഇപ്പൊ ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. ആർക്ക്? പൈസക്കാർക്ക് നിർബന്ധമല്ല, എല്ലാവർക്കും നിർബന്ധമാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാവർക്കും നിർബന്ധമാവും, ഏകദേശം എല്ലാവർക്കും നിർബന്ധമാവും.
ഫിത്ർ സക്കാത്ത്. അന്നത്തെ കുടുംബത്തിന്റെ ചെലവ്, അയാളുടെ ചെലവൊക്കെ കഴിഞ്ഞ് മിച്ചമുള്ള ആളുകളൊക്കെ ഫിത്ർ സക്കാത്ത് കൊടുക്കണ്ടേ. അതേപോലെ തന്നെയാണ് ഉളഹിയത്തിന്റെ കാര്യവും പറയുന്നത്. ഒരാളുടെ പെരുന്നാളിന്റെ ചെലവ്, കുടുംബത്തിന്റെ ചെലവൊക്കെ കഴിഞ്ഞ് മിച്ചമുണ്ടെങ്കിൽ അയാൾ ഉളഹിയത്തോട്. രണ്ടും ഒരേ ആശയാണ്. ഒന്ന് സുന്നത്ത് മുഅക്കദയാണ്, മറ്റേത് ഫിത്ർ സക്കാത്ത് നമുക്ക് വാജിബായ ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് ഇത് നമ്മൾ അന്വേഷിച്ചു നോക്കി, ഏകദേശം നാട്ടിലുള്ള പാവങ്ങളായ ആളുകൾ, നമ്മൾ പാവങ്ങളാണെന്ന് കരുതുന്ന ആളുകൾക്ക് ഒരു ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാവും. അതേപോലെ ഉളുഹിയത്ത് അങ്ങനെ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇത് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നത്? ആഘോഷിക്കപ്പെടുന്ന ദിവസം ഒരുപാട് ആളുകൾ സന്തോഷിക്കുമ്പോൾ വേറെ ചില ആളുകൾ ദുഃഖിക്കാൻ പാടില്ല എന്നുള്ള ഇസ്ലാമിന്റെ കോൺസെപ്റ്റാണ് അത്, ഇസ്ലാമിന്റെ ഒരു ആശയാണത്. അപ്പോ നിങ്ങൾ ജനങ്ങൾക്ക് ഭക്ഷണം നൽകണം. ഭക്ഷണം നൽകിയാൽ തദ്ഖുലുൽ ജന്നത ബിസലാം, സ്വർഗ്ഗത്തിലേക്കുള്ള വഴി അല്ലാഹു എളുപ്പമാക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. പിന്നെയാണ് നബി തങ്ങൾ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, സിലുൽ അർഹാം, നിങ്ങൾ കുടുംബബന്ധം ചേർക്കണം. കുടുംബബന്ധം വളരെ പ്രധാനമാണ്. ലോകത്തിന്റെ നിലനിൽപ്പ് കുടുംബബന്ധത്തിന്റെ കെട്ടുറപ്പിലാണ്. ഇപ്പൊ ഞാനും നിങ്ങളൊക്കെ പലപ്പോഴും തെറ്റു ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാകുമ്പോൾ തെറ്റു ചെയ്യാത്തത് പടച്ചോനെ പേടിച്ചിട്ടല്ല, മാതാപിതാക്കളെ പേടിച്ചിട്ടാണ്. എന്നോട് തന്നെ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്, പല സമയത്തും തെറ്റ് ചെയ്യാൻ അവസരം വരുമ്പോ ഉപ്പാന്റെ മുഖം ഓർമ്മ വരും, ഉമ്മയുടെ മുഖം ഓർമ്മ വരും. ഇപ്പൊ ഞാനൊരു തെറ്റു ചെയ്ത് പിടിക്കപ്പെട്ടാൽ അവർക്കുണ്ടാകാൻ പോകുന്ന മാനസിക വിഷമം, അത് ആലോചിച്ചിട്ട് പല തെറ്റുകളിൽ നിന്നും ഞാൻ പിന്മാറിയിട്ടുണ്ടെന്ന് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അള്ളാഹു നമുക്കൊരു പ്രതീക്ഷ ഉണ്ട്, പഠിച്ചോ പുറത്തുവരല്ലോ എന്നുള്ളൊരു പ്രതീക്ഷ. എന്നാൽ മാതാപിതാക്കൾക്കൊരു അപമാനം ഉണ്ടായാൽ മരിക്കുന്നത് വരെ അവർ കണ്ണീര് കൊണ്ട്, അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് ആലോചിച്ചൊരു വിഷമം അവരുടെ കൽബിൽ ഉണ്ടാവൂലേ എന്നൊരു പേടി കാരണം. ഇതാണ് ഈ കുടുംബ ബന്ധം ചേർക്കാൻ ഇസ്ലാം പറയാൻ കാരണം. ഇപ്പൊ സ്കൂളിലും കലാലയങ്ങളിലൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കി, എന്താ അവിടെയൊക്കെ നടക്കുന്നത്? ക്യാമ്പസുകളിലും കലാലയങ്ങളിലും ഇപ്പൊ സ്വതന്ത്ര ചിന്താവാദികളായാലും യുക്തിവാദികളായാലും നിരീശ്വരവാദികളായാലും അവരൊക്കെ കുടുംബത്തിന്റെ കെട്ടുറപ്പ് തകർക്കാനുള്ള പരിശ്രമത്തിലാണ്. നീയും നിന്റെ ഉപ്പയും തമ്മിൽ എന്താ ബന്ധം? അങ്ങനെയാണ് ചോദിക്കുക. ലിബറൽ വാദികൾ, സ്വതന്ത്ര ചിന്താഗതിക്കാർ, നിനക്ക് നിന്റെ ഉമ്മയുമായിട്ട് എന്ത് ബന്ധം? അവരവരുടെ സുഖത്തിന് വേണ്ടി പരസ്പരം കണ്ടുമുട്ടി, അതിൽ ഒരു അപ്രതീക്ഷിതമായിട്ട് നീ ഉണ്ടായി. അവരുടെ സുഖത്തിന് വേണ്ടി അവർ കണ്ടുമുട്ടിയപ്പോ നീ ഉണ്ടായി. അതുകൊണ്ട് നിനക്കെന്തിന് അവരോട് കമ്മിറ്റ്മെന്റ് വേണം? അവരോട് നിനക്കെന്തിനൊരു ബന്ധം വേണം എന്ന ഒരു ചോദ്യം ഇന്ന് ആഗോളതലത്തിൽ ഉയർന്നു വരികയാണ്. നിനക്ക് നിന്റെ ഉമ്മയോട് കടപ്പാടൊന്നും വേണ്ട. നിനക്ക് യുവർ ഡ്രസ് യുവർ ചോയ്സ്, നിന്റെ വസ്ത്രം നിന്റെ തീരുമാനമാണ്. യുവർ സെക്സ് യുവർ ചോയ്സ്, നിന്റെ സെക്സ് എന്ന് പറഞ്ഞാൽ നിന്റെ ലൈംഗിക താല്പര്യം, അത് നിന്റെ ചോയ്സാണ്. നീ ആരെ കല്യാണത്തിന് തെരഞ്ഞെടുക്കണം, അത് നിന്റെ ചോയ്സാണ്. അതിൽ മാതാപിതാക്കൾ ഇടപെടരുത്. നിന്റെ വസ്ത്രം നിന്റെ ഇഷ്ടമാണ്, നിന്റെ മാതാപിതാക്കൾ ഇടപെടരുത്. ഇങ്ങനെ വരുത്തി തീർക്കുന്നത് ഇവിടെ ഒരുപാട് അനാചാരങ്ങളും തിന്മകളും വ്യാപകമാവാൻ കാരണമാകും. കാരണം എന്തേ? ഉമ്മയും ഉപ്പയും നമ്മൾക്കൊരു ബന്ധമില്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് ആരോടാ കമ്മിറ്റ്മെന്റ് ഉണ്ടാവുക? നാട്ടിൽ വന്ന് ആരെങ്കിലും ചോദിക്കാൻ വന്നാ നീ പോയി പണി നോക്കുന്നല്ലേ പറയാ. ഉമ്മമാരോട് ഉപ്പമാരോട് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കുടുംബബന്ധം ചേർക്കണം. ഈ 3 കാര്യങ്ങളാണ് ആദ്യമായിട്ട് നബിത്തങ്ങൾ മദീനയിൽ പോയിട്ട് പറഞ്ഞത്. ഇതൊക്കെ നിങ്ങൾ സലാം പറഞ്ഞ സ്നേഹം ഉണ്ടാവും, ഐക്യം ഉണ്ടാവും. ഭക്ഷണം കൊടുത്ത നാട്ടിലെല്ലാവരും പട്ടിണി മാറും. ഒരു മനുഷ്യന്റെ വളരെ പ്രധാനപ്പെട്ട ആവശ്യമാണ് വയറുനിറയാന്നുള്ളത്. സിലുൽ അർഹാം, കുടുംബബന്ധം ചേർത്താൽ 2 പ്രത്യേകതയുണ്ട്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സർറഹു അയ്യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയുൻസഅ ലഹു ഫീ അഥരിഹി. നിങ്ങൾക്ക് നിങ്ങളുടെ റിസ്ഖിൽ വിശാലത വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, വയുൻസഅ ലഹു ഫീ അഥരിഹി, അവന്റെ ആയുസ്സിൽ വർധനവുണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആരോഗ്യത്തോടുകൂടിയുള്ള ഇസ്സത്തോടുകൂടിയുള്ള ദീർഘായുസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, ഇപ്പൊ നമ്മൾ 2 കാര്യങ്ങളാണ് നമ്മൾക്ക് വളരെ പ്രധാനം. 100 കൊല്ലം ജീവിക്കുന്നു, പക്ഷെ അയാൾ 50 വർഷവും കിടപ്പിലാണെങ്കിൽ അയാളുടെ ജീവിതത്തിൽ എന്തർത്ഥമാണുള്ളത്? അല്ലെ? ഒരു മനുഷ്യൻ 100 വയസ്സുവരെ ജീവിക്കുന്നു, 50 വർഷവും കിടപ്പിലാണ്. മൂക്കിലും വയറിലൊക്കെ കുറെ പൈപ്പുകളുണ്ട്, കുടലുകളുണ്ട്. എന്താ കാര്യം? അല്ലെങ്കിൽ പാരലൈസ്ഡ് ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ്. സ്ട്രെസ് വന്നു, അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നു, ഞരമ്പ് പൊട്ടി, അറ്റാക്ക് വന്നു, അങ്ങനെ പല പ്രയാസങ്ങൾ കൊണ്ട് ജീവിക്കുന്ന ആളുകൾ. ആ ജീവിതത്തിൽ അർത്ഥമില്ലാതെ അള്ളാഹുവിന്റെ പരീക്ഷണമാണെന്ന് ചിന്തിച്ച് ക്ഷമിച്ച് ജീവിച്ചാൽ പാരത്രിക ലോകത്ത് അള്ളാഹു ഉന്നതമായ ദർജ തരുന്ന. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ആഫിയത്തിനെയും ആരോഗ്യത്തെയും ചോദിക്കണമെന്ന് നിരന്തരമായി നബി തങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്.
സല്ലല്ലാഹുൽ ആഫിയ, നിങ്ങൾ അല്ലാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കണം, ആരോഗ്യത്തെ ചോദിക്കണം. കാരണം ഒരു മനുഷ്യന് ഈമാൻ കഴിഞ്ഞാൽ അയാൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നിഅമത്ത് ആരോഗ്യമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാൻ കഴിഞ്ഞാൽ അടുത്ത നിഅമത്ത് ആഫിയത്താണ്. ആരാ പറഞ്ഞത്? ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര ഇമ്പോർട്ടൻസ്, അത്ര പ്രാധാന്യം ഇസ്ലാം ആരോഗ്യത്തിന് കൊടുക്കുന്നുണ്ട്. നമ്മൾക്ക് എന്താ, നമ്മൾ ദുആ ചെയ്യാറില്ല? അൽഹംദുലില്ലാഹില്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം. അല്ലാഹുവേ, എനിക്ക് ഹിദായത്ത് തന്നതിൽ ഞാൻ നിനക്ക് സർവസ്തുതിയും നൽകുകയാണ്. ആദ്യമായി നമ്മളൊരു മുസ്ലിമായതിൽ അല്ലാഹുവേ നിനക്ക് സർവസ്തുതിയും. രണ്ടാമത്തെ നിഅമത്ത്, അല്ലാഹുവേ എനിക്ക് നീ ആഫിയത്ത് തന്നുവല്ലോ, എനിക്ക് നീ ആരോഗ്യം തന്നുവല്ലോ, അതിനും നമ്മൾ അല്ലാഹുവിനെ സ്തുതിക്കണം. നബി തങ്ങൾ പറയാണ്, അല്ലാഹു തആല ഒരു മനുഷ്യന് ഈമാൻ നൽകിയാൽ അതിനുശേഷം അയാൾക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ നിഅമത്ത് ആഫിയത്താണ്, ആരോഗ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് ആരോഗ്യത്തെ ചോദിച്ചുകൊണ്ടേ ഇരിക്കണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ എനിക്ക് നീ ആഫിയത്ത് തരണേ അല്ലാഹ്. നബി തങ്ങൾ പഠിപ്പിച്ച ദുആകൾ നിങ്ങൾ അരിച്ചു പെറുക്കിക്കോ. ഏകദേശം എല്ലാ ദുആകളിലും ആഫിയത്തിന് വേണ്ടിയിട്ടുള്ളൊരു തേട്ടം കാണാൻ കഴിയും, ഒരു ചോദ്യം കാണാൻ കഴിയും. പ്രഭാത ദിക്റുകളുണ്ട്, പ്രദോഷത്തിലെ ദിക്റുകളുണ്ട്, നിസ്കാരത്തിലുള്ള ദുആകളുണ്ട്, സുജൂദിന്റെ ഇടയിലുള്ള ഇഫ്തിറാഷിന്റെ ദുആ ഉണ്ട്, ഖുനൂത്തിലുള്ള ദുആ ഉണ്ട്. എല്ലാ ദുആകളിലും അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ആഫിയത്തിനെ ചോദിച്ചത് നമ്മൾക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആഫിയത്ത് വളരെ പ്രധാനമാണ്, ആരോഗ്യം വളരെ പ്രധാനമാണ്. അപ്പൊ നബി തങ്ങൾ പറയുന്ന ഈ ഒരു ഹദീസ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. മൻ സറഹു, നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അയ്യുബ്സത ലഹു ഫീ റിസ്ഖിഹി, നിങ്ങളുടെ റിസ്ഖിൽ വിശാലത വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ. എന്താണ് റിസ്ഖ് എന്ന് പറഞ്ഞാൽ? റിസ്ഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണാണോ? നമ്മൾ റിസ്ഖ് എന്ന് പറഞ്ഞ ഭക്ഷണമായിട്ടാ കാണുക. മക്കള് റിസ്ഖാണ്, വസ്ത്രം റിസ്ഖാണ്, വീട് റിസ്ഖാണ്, വാഹനം റിസ്ഖാണ്, കണ്ണും കാതും റിസ്ഖാണ്, കൈയും കാലും റിസ്ഖാണ്. അതുകൊണ്ട് മൻ സറഹു അയ്യുബ്സത ലഹു ഫീ റിസ്ഖിഹി, ഒരാളുടെ റിസ്ഖിൽ വിശാലത വേണം എന്നൊരാൾ ആഗ്രഹിക്കുകയാണെങ്കിൽ, അഥവാ അതിൽ തന്നെ പെട്ടു അയാളുടെ ആരോഗ്യം, അയാളുടെ ഇസ്സത്ത്. മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടാതെ അന്തസ്സോടെ ജീവിക്കാൻ ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, രണ്ടാമത് പറഞ്ഞു, അതേപോലെ തന്നെ നിങ്ങൾക്ക് ദീർഘായുസ് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തോടെ ആഫിയത്തോടു കൂടെയുള്ള ദീർഘായുസ്. രണ്ട് കാര്യമാണ് ചെയ്യേണ്ടത്. ഒന്ന് കുടുംബ ബന്ധമാണ്, രണ്ടാമത്തേത് സ്വതഖയാണ്. നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. അപ്പോൾ കുടുംബ ബന്ധം ചേർക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല ആഫിയത്തോടെ ഇസ്സത്തോടു കൂടെയുള്ള ദീർഘായുസ് നൽകുമെന്നാണ് മറ്റുള്ള ഹദീസുകളിൽ നിന്ന് നമ്മൾക്ക് പഠിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ പോയി മക്ക നിവാസികളോട് ആദ്യമായി 3 കാര്യം പറഞ്ഞത് അവിടെയുള്ള നാട്ടുകാർക്കിടയിൽ ഐക്യമുണ്ടാക്കാനുള്ള പദ്ധതിയായിരുന്നു. നിങ്ങൾക്കറിയാം, ഔസും ഖസ്റജും എന്ന് പറയുന്ന 2 വിഭാഗം ഗോത്രങ്ങൾ വർഷങ്ങളോളം പിണങ്ങി ജീവിക്കുന്നവരായിരുന്നു. അതിനെ മുതലെടുത്ത് ജീവിക്കുന്ന ജൂതന്മാരായ ആളുകള് ഈ ഒരു പിണക്കത്തെ, ഈ ഒരു ഭിന്നിപ്പിനെ മുതലെടുത്ത് അവിടെ നേതാക്കന്മാരായി നിൽക്കുന്ന ജൂതന്മാരായ ആളുകളെ, അത്തരം ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാമൂഹിക മേഖലകളിൽ നിന്ന് അകറ്റി നിർത്തി എല്ലാവർക്കും ഇടയിൽ ഐക്യമുണ്ടാക്കാനാണ് നബി തങ്ങൾ ശ്രമിച്ചത്. 4-മതായിട്ടാണ് നബി തങ്ങൾ ഇബാദത്തിനെ കുറിച്ച് പറഞ്ഞത്. ഏതാണ് ആ ഇബാദത്ത്? എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ 2 റക്അത്ത് നിസ്കരിച്ചാൽ തദ്ഖുലുൽ ജന്ന ബിസലാം, സ്വർഗ്ഗത്തിലേക്കുള്ള വഴി അല്ലാഹു എളുപ്പമാക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. എത്ര എളുപ്പമാണ് സ്വർഗത്തിലേക്ക് എത്താൻ, എത്ര എളുപ്പമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. സലാം പറയാൻ അങ്ങനെ എളുപ്പമൊന്നുമില്ല. നമ്മളെക്കാൾ ചെറിയ ആളെ കാണുമ്പോൾ സലാം പറയാൻ ഒരു മടി ഉണ്ടാകും. അത് ഖൽബിലുള്ള അഹങ്കാരത്തിന്റെ ഭാഗമാണ്. പിണക്കമുള്ളവരോട് സലാം പറയാൻ നമ്മൾക്ക് മനസ്സ് വരൂല. അവൻ ആദ്യം പറയട്ടെ എന്ന് തോന്നും. അഹങ്കാരാണ്.
നമ്മുടെ ഹൃദയത്തിൽ ഒരു ലവലേശം, ഒരു അണുമണി തൂക്കമെങ്കിലും അഹങ്കാരത്തിന്റെ അംശമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൂല എന്നല്ലേ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്. യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നാളെ പാരത്രിക ലോകത്ത് നമ്മുടെ സമ്പാദ്യം നമ്മൾക്ക് ഉപകരിക്കാതെ വരും, നമ്മുടെ സന്താനങ്ങൾ ഉപകരിക്കാതെ വരും. ആ സമയത്ത് രക്ഷപ്പെടുന്നവർ ഖൽബുൻ സലീം, സംശുദ്ധമായ ഹൃദയമുള്ള ആളുകളായിരിക്കുമെന്നല്ലേ പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നത്. ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സംശുദ്ധമായ ഹൃദയം എന്ന് പറഞ്ഞാൽ കേടില്ലാത്ത, അസൂയയില്ലാത്ത, വെറുപ്പില്ലാത്ത, ചൊടിയില്ലാത്ത, വൈരാഗ്യമില്ലാത്ത, പകയില്ലാത്ത, കുറുമ്പില്ലാത്ത, കുരുഷ്ടില്ലാത്ത നല്ല മനസ്സാർക്കാണോ ഉള്ളത്? എല്ലാവരോടും മാന്യമായി പെരുമാറുന്ന, എല്ലാവരോടും പുഞ്ചിരിക്കുന്ന, സൽസ്വഭാവത്തോടെ പെരുമാറുന്ന ഖൽബാർക്കാണോ ഉള്ളത്? അവരല്ലാതെ വേറെ ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലൂടെ നമ്മൾക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ബഹുവന്ദനായ ബാബാട് ഉസ്താദിനെ കുറിച്ച് അനുസ്മരിക്കുമ്പോ, അദ്ദേഹത്തിന്റെ പേരിൽ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മൾ ആദ്യം അവരിൽ നിന്ന് കടമെടുക്കേണ്ടത് അവര് പഠിപ്പിച്ചു തന്ന വിനയമാണ്, ലാളിത്യമാണ്, അവര് പഠിപ്പിച്ചു തന്ന സ്വഭാവമാണ്, അവരുടെ പെരുമാറ്റമാണ്, അവരുടെ സംസാരം, അവരുടെ നടത്തം, അവരുടെ ജീവിതം. ഇതാണ് നമ്മൾ ആദ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മള് ഇബാദത്തുകൾക്കൊക്കെ വളരെ പ്രാധാന്യം നൽകുന്ന ആളാണ്. ഇപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോ ഒരാൾ ചോദിക്കുകയാണ്, ഞണ്ട് കഴിക്കൽ കറാഹത്തല്ലേ? ഞണ്ട് കഴിക്കൽ കറാഹത്തല്ലേ? ചെമ്മീൻ, ഞണ്ട്, ഈ ഓടുള്ള സാധനങ്ങളൊക്കെ കഴിക്കൽ കറാഹത്താണ്. കറാഹത്താണ്. പക്ഷെ ഈ കറാഹത്താണോ എന്ന് ചോദിക്കുന്ന നമ്മള് ആ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ മനുഷ്യന്റെ പച്ച മാംസം ഒരു മടിയില്ലാതെ തിന്നുന്നവരാണ്. അത് ചിന്തിക്കണം. മനുഷ്യന്റെ പച്ച മാംസം ഒരു മടിയില്ലാതെ, അള്ളാഹു അത്രമേൽ നിരോധിച്ച വേറെ കാര്യങ്ങളില്ല അല്ലെ? ഒരു പച്ച മാംസം തിന്നാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നാണ് ഖുർആൻ ചോദിച്ചത്. നിങ്ങളുടെ അമലുകളൊക്കെ അള്ളാഹു പൊളിച്ചു കളയുന്ന. ഞണ്ട് തിന്നാല് അമലൊന്നും പൊളിച്ചു കളയൂല, ചെമ്മീൻ തിന്നാല് നിങ്ങൾ അമലൊന്നും പഠിച്ചോ പൊളിച്ചു കളയൂല. എന്നാ അതല്ല അവർക്ക് പ്രശ്നം. ഞണ്ട് തിന്നല് വലിയ മഹാപാപാണ്, മനുഷ്യന്റെ പച്ച ഇറച്ചി തിന്നൽ ഒരു കുഴപ്പമില്ല. നമ്മുടെയൊക്കെ ജീവിതം അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് വന്നു. ഇബാദത്തൊക്കെ ഉണ്ട്, ആരാധനകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ നിസ്കാരമില്ല എന്നൊന്നും ഞാൻ പറയില്ല. ഒരു പക്ഷെ എനിക്ക് തോന്നുന്നത് പഴയ കാലത്തുള്ള ഇബാദത്തുകളെക്കാളും ഇന്നത്തെ ഈ ന്യൂ ജനറേഷൻ കുട്ടികൾക്കൊക്കെ ഇബാദത്ത് ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിസ്കാരമുണ്ട്, നോമ്പിന് ഖിയാമുൽ ലൈലുണ്ട്, തറാവീഹ് ഉണ്ട്, ഖുർആൻ പാരായണമുണ്ട്, ഒക്കെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പണ്ടൊക്കെ നിസ്കാരം തന്നെ വളരെ കുറവായിരുന്നു പഴയ കാലത്തൊക്കെ. എന്നാൽ ഇന്ന് യുവാക്കൾക്കൊക്കെ നല്ല നിസ്കാരമുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഇല്ലാതെ പോയത് എന്തെന്ന് വെച്ചാല് ഈ ഒരു ഖൽബിന്റെ ശുദ്ധിയാണ്. ഖൽബിന്റെ ശുദ്ധി. പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്തിനും മുടിക്കാത്തൊരു വിഭാഗമായിട്ട് നമ്മൾ മാറുന്നു. അടുത്തിട്ട് ഒരു വലിയൊരു കൊലപാതകം നടന്നു, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട്. ആ കൊലപാതകം നടന്നു, പ്രതികളെ പിടിച്ചപ്പോ നാട്ടുകാരൊക്കെ അത്ഭുതപ്പെട്ടു പോയി. നാട്ടുകാർ പറയാണ്, എത്ര നല്ല ചെറുപ്പക്കാരായിരുന്നവരെ, പള്ളിയിലൊക്കെ കൃത്യമായി നിസ്കരിക്കാൻ വരുന്നവരാണ്. ഇത് നാട്ടുകാർ പറഞ്ഞു, ഇത്ര നല്ല ചെറുപ്പക്കാരായിരുന്നവര്, പള്ളിയിലൊക്കെ കൃത്യമായി നിസ്കരിക്കാൻ വരുന്ന നല്ലൊരു ദീനീ ബോധമുള്ള ചെറുപ്പക്കാരാണ്. നിങ്ങൾ ചിന്തിച്ചോക്കെ, ഇങ്ങനൊരു ദീനീ ബോധമുള്ള പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുന്ന ഒരു ചെറുപ്പക്കാരനെ, ഒരു പാവം ചെറുപ്പക്കാരനെ അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് അവന്റെ എല്ലുകൾ പോലും ദ്രവിച്ചു പോകുന്ന രീതിയിൽ, അല്ലെങ്കിൽ എന്താ പറയാ, തകർന്നു പോകുന്ന രീതിയിൽ അടിച്ച് കൊല്ലാനുള്ള കഴിവുണ്ടാവോ? ഖൽബ് ശുദ്ധിയല്ലാത്തത് കൊണ്ടല്ല. ഖൽബ്, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആ ഒരു സ്വഭാവം അവരുടെ ഖൽബിൽ ഇല്ലാത്തത് കൊണ്ടല്ലേ. നമ്മൾക്ക് എങ്ങനെയാ മറ്റൊരാളെ വേദനിപ്പിക്കാൻ കഴിയുക? ഇപ്പൊ ഈ ഞണ്ടിനെ കുറിച്ചും ചെമ്മീനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന ആളുകള് ഏതെങ്കിലും ക്യാമ്പസിൽ പോയിട്ട് പഠിക്കാൻ വേണ്ടി ചെന്നാൽ ഡിഗ്രി സെക്കൻഡ് ഇയർ ആകുമ്പോൾ അവരുടെ പണി എന്താണ്? ഡിഗ്രി ഫസ്റ്റ് ഇയർ പുതിയ തുടക്കക്കാർ, ന്യൂ കമേഴ്സ്, പുതിയതായിട്ട് കോളേജിലേക്ക് വരുന്ന ചെറുപ്പക്കാരെ റാഗ് ചെയ്യാന്നുള്ളൊരു സംസ്കാരം എല്ലാ കോളേജുകളിലും. മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്ന സ്ഥാപനങ്ങളിൽ വരെ സീനിയേഴ്സ് ജൂനിയേഴ്സിനെ വളരെ നിഷ്ഠൂരമായി റാഗ് ചെയ്യുന്നുണ്ടെന്നാണ്.
അവനെ മുടി വെട്ടിയാലേ നീ എന്തിനാടാ ഇങ്ങനെ മുടി വെട്ടിയത് എന്ന് പറഞ്ഞ് ട്രിമ്മർ കൊണ്ടുവന്നിട്ട് മുടി മൊട്ടയടിപ്പിച്ചു കൊടുക്കുക. അവൻ കുറച്ച് മോഡലാക്കി താടി വെട്ടി വന്ന താടി മുഴുവനും വടിച്ചു കൊടുക്കുക. അവന്റെ ഡ്രസ്സൊന്ന് കാണുമ്പോൾ കുറച്ച് സ്റ്റൈലായിട്ട് തോന്നിയാല് അവന്റെ വസ്ത്രം കീറുക. അവനെ കൊണ്ട് ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് 1000-ഉം 2000-ന്റെയും ഭക്ഷണം കഴിച്ച് അവനെ കൊണ്ട് ബില്ല് പേ ചെയ്യിപ്പിക്കാൻ പറയാ. ഇതൊക്കെ നമ്മുടെ ക്യാമ്പസുകളിൽ നടക്കുന്ന റാഗിംഗ് ആണ്. ആരാണ്? ഉത്തമ സമുദായത്തിന്റെ ആളുകളായ നമ്മൾ. അപ്പൊ ഞാൻ പറയുന്നത് ഇബാദത്തുണ്ട്. ഇവരൊക്കെ രാത്രി പരിശുദ്ധമായ റമദാനിൽ 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചവരാണ്. 8 വേണോ 20 വേണോ എന്ന് ചർച്ച വന്നപ്പോ 8 പറ്റൂല, 20 തന്നെ വേണം, ഹറമിലൊക്കെ 20 അല്ലേ എന്നൊക്കെ പറഞ്ഞ് സുന്നത്ത് നിസ്കരിക്കാൻ പോയി പിറ്റേ ദിവസം കോളേജുകളിൽ പോയി ഒരു മടിയുമില്ലാതെ റാഗ് ചെയ്യുന്നവർ. ഞാൻ ഈ അടുത്ത് ഫേസ്ബുക്കിൽ ഒരു വാർത്ത വായിച്ചിരുന്നു. ചൈനയിൽ പോയിട്ട് ഏതോ ഒരു വസ്ത്രത്തിന്റെ കോപ്പി ഉണ്ടാക്കാൻ വേണ്ടി, കോപ്പി സാധനങ്ങൾക്ക് വേണ്ടി ചൈനയിലേക്ക് പോയി. ചൈനയിൽ പോയി അദ്ദേഹം കച്ചവടം ചെയ്തു, വാങ്ങി, സാധനങ്ങളൊക്കെ വാങ്ങി. ഗൾഫ് രാജ്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ ഹലാൽ ഫുഡ് എവിടെ എന്ന് തേടി പോവാ. ഹലാൽ ഫുഡ് എവിടെയെന്ന് ആലോചിച്ച് നോക്കി. ഇയാള് ചെയ്തത് പക്ക ഹറാമാണ്, പാടില്ലാത്തതാണ്. അഥവാ ഒരു മനുഷ്യനെ ഒറിജിനൽ ആണെന്ന് പറഞ്ഞ് കോപ്പി സാധനങ്ങൾ കൊടുക്കുന്നത് പരിശുദ്ധ ഇസ്ലാമിൽ, പരിശുദ്ധ ദീനിൽ ശക്തമായ തെറ്റാണത്. കോപ്പി സാധനങ്ങൾ കൊണ്ടുവരാ, എന്നിട്ട് ഒറിജിനൽ ആണെന്ന് പറഞ്ഞ് വിൽക്കുക, അത് ഇസ്ലാമിൽ ഹറാമായ സമ്പാദ്യമാണ്. കോപ്പിയാണെന്ന് പറഞ്ഞ് വിൽക്കുന്നത് പോലും നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. പാടുണ്ടോ ഇല്ലേ എന്ന്. ഉദാഹരണം പറഞ്ഞാല് ഇപ്പൊ ഒരു അഡിഡാസിന്റെ ഒരു ടീഷർട്ട്, അത് അവരുടെ കമ്പനി, അവർ ബ്രാൻഡായി, അവർ എസ്റ്റാബ്ലിഷ്ഡ് ആയി, എന്നിട്ട് അവർ ടീഷർട്ടിന് ഒരു 700-800 രൂപ വിലയുണ്ടെങ്കിൽ നമ്മൾ സാധാ ഒരു ടീഷർട്ട് ഉണ്ടാക്കി അതിൽ അഡിഡാസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ. ഇത് നമ്മൾ എങ്ങനെയാണ് ഇവര് പാറ്റന്റ് എടുത്തൊരു പേര് നമ്മുടെ ടീഷർട്ടിലേക്ക് ചേർക്കുക? അവർ എസ്റ്റാബ്ലിഷ്ഡ് ആയതിന് ഒരു പ്രൊമോഷന് വേണ്ടി ഒരുപാട് കോടികൾ വലിച്ചെറിഞ്ഞു, എന്നിട്ട് മാർക്കറ്റ് പിടിച്ച ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ബിസിനസിന്റെ ഒരു കോപ്പി നമ്മൾ ഉണ്ടാക്കും. എന്നിട്ട് അവരുടെ പേര്, അവരുടെ സമ്മതം പോലും ഇല്ലാതെ നമ്മൾ ടീഷർട്ടിൽ എഴുതി വെക്കുക. എന്നിട്ട് നമ്മൾ ഇതിനെ കച്ചവടം. അതുപോലും പാടുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോപ്പി സാധനങ്ങൾ കൊണ്ടുവന്ന് ഒറിജിനൽ ആണെന്ന് പറഞ്ഞ് നമ്മൾ വിൽക്കുന്നത്. കച്ചവടത്തിലുള്ള കൃത്രിമത്വം പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കച്ചവടത്തിൽ കൃത്രിമത്വം കാണിച്ചാൽ, അഥവാ അന്ന് നബി തങ്ങൾ ഉപയോഗിച്ച പദം ഏറ്റക്കുറിച്ചിലുണ്ട്, തൂക്കത്തിലും അളവിലും ഏറ്റക്കുറിച്ചിലുണ്ടാക്കുക. എന്നാൽ ഇന്ന് എല്ലാ കച്ചവടവും തൂക്കുന്ന കച്ചവടമല്ല, വസ്ത്രം എന്നുള്ളത് തൂക്കുന്ന കച്ചവടമല്ല. അഥവാ അതിൽ കൃത്രിമത്വം കാണിക്കുന്നത് ക്ഷാമം ഉണ്ടാകുന്ന, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നതാണ്. ചെലവിന് തികയാത്തൊരവസ്ഥ വരുന്ന, 1,00,000 രൂപ കിട്ടിയാലും ചെലവിന് തികയാത്തൊരവസ്ഥ ഉണ്ടാവും, ബറക്കത്തുണ്ടാവൂല. കച്ചവടത്തിൽ കൃത്രിമത്വം കാണിക്കുന്ന ആളുകൾ, വഞ്ചന ചെയ്യുന്ന ആളുകൾ, ചീറ്റ് ചെയ്യുന്ന ആളുകൾ, ഉപഭോക്താക്കളെ പറ്റിക്കുന്ന ആളുകൾ, അവർ കോടിക്കണക്കിന് സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി അവർക്ക് തികയാത്തൊരവസ്ഥ വരും, സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടാകും, ക്ഷാമമുണ്ടാകും എന്നൊക്കെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഭക്ഷണം കഴിക്കാൻ ഹലാലായ ഹോട്ടൽ എവിടെയെന്ന് തേടിപ്പോകുന്ന ആളുകൾ, തിന്നുമ്പോ ഹലാൽ ഫുഡ് വേണം അവർക്ക്, അറുത്തതേ ഞാൻ തിന്നു, അറുക്കാത്തത് തിന്നൂല എന്ന് പറഞ്ഞ ഹലാൽ ഫുഡ് തേടിപ്പോവാൻ. പക്ഷെ ഇവനുണ്ടാക്കുന്ന സമ്പാദ്യങ്ങൾ മുഴുവനും ഹറാമാണ്. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഇന്നത്തെ നമ്മുടെയൊക്കെ വളർച്ച. അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അള്ളാഹുമായിട്ടുള്ള ഇബാദത്തുകളെക്കാളും ഒരു മനുഷ്യനോട് പെരുമാറുമ്പോൾ അവർക്കൊരു പ്രയാസം ഉണ്ടാവരുത് എന്നതിന് തന്നെയാണ്. ഒരു മനുഷ്യനോട് പെരുമാറുമ്പോൾ ഞാൻ കാരണം അവനൊരു പ്രയാസം ഉണ്ടാവരുത്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽപ്പെട്ട ഒരാളും വിശ്വാസിയാവൂല. ഏതുവരെ വിശ്വാസിയാവൂല? നീ ഇഷ്ടപ്പെടുന്നതെല്ലാം നിന്റെ അയൽവാസിക്കും അല്ലെങ്കിൽ നിന്റെ സഹോദരന് ഇഷ്ടമുണ്ട് എന്ന് വിശ്വസിക്കുന്നത് വരെ. എന്തൊക്കെയാണോ നീ ഇഷ്ടപ്പെടുന്നത് അത് നിന്റെ അയൽവാസിക്കും ഇഷ്ടമാണ്. എന്താണ് നിനക്കിഷ്ടമില്ലാത്തത് അത് നിന്റെ അയൽവാസിക്കും ഇഷ്ടമില്ല എന്ന് വിശ്വസിക്കുന്നത് വരെ നീ നിങ്ങളിൽ ഒരാളും മുഅ്മിനാവൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ? അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. നമ്മുടെ കൈകൾ കൊണ്ട് മറ്റൊരാൾക്ക് പ്രയാസം ഉണ്ടാവാൻ പാടില്ല, നമ്മുടെ നാവ് കൊണ്ട് മറ്റൊരാൾക്ക് പ്രയാസം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ജീവിക്കുന്നവരാണ് മുസ്ലിം എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി
മുസ്ലിമിന്റെ ഡെഫിനിഷൻ ആണത്. മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ ഞാൻ മറ്റൊരാളെ നാവ് കൊണ്ടോ കൈ കൊണ്ടോ വേദനിപ്പിച്ചിട്ടില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റുന്ന എത്ര പേർ നമ്മുടെ സദസ്സിലുണ്ട്? ഒരു രസത്തിന് ചോദിക്കാൻ, ഇന്ന് സുബഹി മുതൽ ഇതുവരെ നാവ് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കൈകൾ കൊണ്ട് മറ്റൊരാളെ വേദനിപ്പിച്ചിട്ടില്ല എന്ന് ഉറപ്പ് പറയാൻ ധൈര്യമുള്ള എത്ര ആളുകൾ നമ്മുടെ സദസ്സിലുണ്ട്? ഉണ്ടോ? ഉണ്ടെങ്കിൽ കൈപ്പൊക്കിക്കോളി, ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ആർക്കും ധൈര്യമില്ല. അതാണ് നമ്മൾ. ഇന്ന് തഹജ്ജുദ് നിസ്കരിച്ച ആളുകൾ എത്ര ഉണ്ടെന്ന് വെച്ചാൽ നൂറുകണക്കിന് ആളുകൾ ഉണ്ടാവൂലേ? തഹജ്ജുദ് നിസ്കരിച്ചവർ. ഇന്നത്തെ ഒരു ജമാഅത്ത് നഷ്ടപ്പെടുത്താത്ത എത്ര പേരുണ്ടെന്ന് വെച്ചാൽ ഇവിടെ നൂറുകണക്കിന് ആളുകൾ ഉണ്ടാവും. പ്രത്യേകിച്ച് വയസ്സന്മാരായ ആളുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ഉപദേശിക്കുകയാണ്. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഉപദേശിക്കുകയാണ്. ആ സമയത്താണ് അല്ലാഹുവിന്റെ ഹബീബ് മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ഇങ്ങനെ പറയുന്നത്, കുഫ അലൈക ഹാദാ. നാവ് പിടിച്ചു നബി തങ്ങൾ, നാവ് പുറത്തിട്ടിട്ട് കൈക്കൊന്ന് ഇങ്ങനെ നാവ് പിടിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞു, കുഫ അലൈക ഹാദാ, ഇതിനെ സൂക്ഷിക്കണം മുആദേ, ഇതിനെ സൂക്ഷിക്കണം മുആദേ, ഇതിനെ സൂക്ഷിക്കണം. അപ്പൊ മഹാനായ മുആദ് തങ്ങൾ ചോദിച്ചു, ഇന്നാ ലമുആഖദൂന ബിമാ നതകല്ലം. നബിയെ, ഞങ്ങൾ സംസാരിക്കുന്ന സംസാരം കാരണത്താൽ അല്ലാഹു നാളെ ഞങ്ങളെ ശിക്ഷിക്കുമോ നബിയെ എന്ന് ചോദിക്കുകയുണ്ടായി. സംസാരം കൊണ്ട് അല്ലാഹു നാളെ ശിക്ഷിക്കുമോ എന്ന്. അപ്പൊ നബി തങ്ങൾ തിരിച്ചൊരു ചോദ്യം, സകിലത്ക ഉമ്മുക യാ മുആദ്. മുആദേ, നിങ്ങൾക്ക് നേരം വെളുത്തിട്ടില്ലേ? മുആദേ, നിങ്ങൾക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ലേ? സകിലത്ക ഉമ്മുക യാ മുആദ്. മുആദ് എന്നവരെ, നിങ്ങൾക്ക് നേരം വെളുത്തിട്ടില്ലേ? നാളെ ആരെങ്കിലും ഒരാൾ നാളെ ആരെങ്കിലും ഒരാൾ നരകത്തിലേക്ക് മൂക്കുകുത്തി വീഴുമെങ്കിൽ അത് അയാളുടെ നാവ് കാരണത്താൽ മാത്രമായിരിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരമുണ്ട് നമ്മൾക്ക്, നോമ്പുണ്ട് നമ്മൾക്ക്, സുന്നത്ത് നോമ്പുകളുണ്ട്. എല്ലാ സുന്നത്തായ കർമ്മങ്ങളും ചടങ്ങുകളും ചെയ്യുന്ന നമ്മൾ നമ്മുടെ നാവിനെ സൂക്ഷിക്കാറില്ല. പ്രിയപ്പെട്ടവരെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നാവിനെ സൂക്ഷിക്കാനുള്ള തൗഫീക്ക് നമ്മൾക്ക് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് വളരെ നല്ല ലക്ഷ്യത്തോടുകൂടി നടത്തുന്ന ഒരു പരിപാടിയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട വാവാട് ഉസ്താദൊക്കെ മുപ്പരല്ലേ പ്രിൻസിപ്പളായിട്ടുണ്ടായെന്ന് പറഞ്ഞല്ലേ, മുപ്പര് പ്രിൻസിപ്പളായി ഇവിടെ ജോലിയൊക്കെ ചെയ്തിരുന്ന മഹത്തായൊരു സ്ഥാപനം. ആ സ്ഥാപനത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, അഭിവൃദ്ധിക്ക് വേണ്ടിയാണ് ഇങ്ങനൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. നാളെ ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ഖാസിം ഉസ്താദ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്നൊരു പിരിവ് ഞാൻ എടുക്കുന്നില്ല. ഇന്ന് നിങ്ങൾ ബക്കറ്റിൽ നിങ്ങളെ കയ്യിലുള്ളതിൽ നിന്നൊരു 1000 രൂപയെങ്കിലും ഉള്ളതിൽ നിന്ന് ഏറ്റവും നല്ലൊരു എമൗണ്ട് നിങ്ങൾ ബക്കറ്റിലിടാം. ഞാൻ ഇന്ന് പിരിവൊന്നും ചോദിക്കുന്നില്ല, തുടക്ക ദിവസം. അപ്പൊ നാളെ മുപ്പരുണ്ട്, പിന്നെ നിസാറുൽ ഹഖ് ഉദവിയും അതുപോലെ കബീർ ബാക്കവി ഉസ്താദൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് വലിയ വലിയ കരിമ്പ് ജ്യൂസ് അടിക്കുന്നത് പോലെ പിരിവെടുക്കാൻ പറ്റുന്ന ആളുകൾ ബാക്കിൽ വരുമ്പോൾ പിന്നെ ഞാൻ വെറുതെ എന്തിനാണ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കരിമ്പ് ജ്യൂസ് നിങ്ങൾക്ക് മനസ്സിലായി. കരിമ്പ് ജ്യൂസ് എന്ന് വെച്ചാൽ അതിലൊരു സാധനം ബാക്കി ഉണ്ടാവില്ല. പിന്നെ ഇടും. ഞങ്ങൾ വിചാരിക്കും എന്തിനാ പിന്നെ ഇത് മടക്കുന്നത്, എന്തെങ്കിലും കിട്ടുമോ. പിന്നെ ഇട്ടാൽ പിന്നെയും കുറച്ച് വെള്ളം വരും. അപ്പൊ അങ്ങനെ വലിച്ച് നിങ്ങൾ എടുക്കാൻ കഴിവുള്ള ആളുകളൊക്കെ വരാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിന് നിൽക്കുന്നില്ല. ഞാൻ എടുത്താൽ കരിമ്പ് ജ്യൂസ് നേരത്തെ തന്നെ എടുത്തു കളയേണ്ട ഒരു അവസ്ഥയായിരിക്കും. അതുകൊണ്ട് ഞാൻ നിൽക്കുന്നില്ല. നിങ്ങളെ കയ്യിലുള്ളതിൽ നിന്ന് ഏറ്റവും നല്ലൊരു എമൗണ്ട്, 500 ആണെങ്കിൽ 500, 1000 ആണെങ്കിൽ 1000, നല്ല നീയത്തോടു കൂടി ഇടാം. എന്താണ് നീയത്ത്? പടച്ചോനെ ആഫിയത്തോടെ ഇസ്സത്തോടു കൂടിയുള്ള ദീർഘായുസ് തരണേ. മരിച്ചുപോയ മാതാപിതാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഖബറിടം ഈ സമയം വിളിച്ചാക്കണേ. അങ്ങനെ നല്ല നീയത്തോടു കൂടി കയ്യിലുള്ളതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എമൗണ്ട് തന്നെ ഇടണം. റെഡിയല്ലേ? ഞങ്ങൾ എമൗണ്ട് ഒന്നും പറയാം, ഇഷ്ടപ്പെട്ട് കയ്യിലുള്ളതിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട, പെണ്ണുങ്ങളുണ്ടാവും, ആണുങ്ങൾ എല്ലാവരും, സ്ത്രീകളും പുരുഷന്മാരൊക്കെ കയ്യിലുള്ളതിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട എമൗണ്ട് ഇടണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആഫിയത്തും ആരോഗ്യവുമുള്ള ദീർഘായുസ് അള്ളാഹു നമ്മൾക്ക് നൽകട്ടെ. മരിച്ചുപോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. നമ്മുടെ സ്ഥാപനം വളരെ വലിയ പ്രതിസന്ധിയിലാണ്. 20 കുട്ടികളെ ഉള്ളൂ, പഠിക്കാൻ സൗകര്യമില്ലാഞ്ഞിട്ട് വന്നിട്ട് പോവാണ് ആളുകൾ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ ഇതിലൊരു മാറ്റം ഉണ്ടാക്കണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ തരണം എന്ന് അള്ളാഹുവിനോട് ചോദിക്കാൻ പറഞ്ഞത് എന്താണ്? അള്ളാഹുവിനോട് പറഞ്ഞ് ഏറ്റവും കൂടുതൽ നിങ്ങൾ അള്ളാഹുവിനോട് തരണം എന്ന് ചോദിക്കാൻ പറഞ്ഞ കാര്യം എന്താണ്?
എന്തായിരിക്കും? ഇൽമാണ്. റബ്ബി സിദ്നി ഇൽമാ, റബ്ബി സിദ്നി ഇൽമാ. പടച്ചോനെ എനിക്ക് നീ ഇൽമിനെ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. ആ ഇൽമിന്റെ പ്രഭ പരത്തുന്ന മഹത്തായൊരു സ്ഥാപനം, നമ്മൾ അതിന്റെ വളർച്ചയ്ക്ക് കാരണമാവേണ്ടവരാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ ആലോചിച്ചോക്ക്, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ക്രിസ്താബ്ദം 570 നബിത്തങ്ങൾ ജനിക്കുന്നത്. നബിത്തങ്ങൾ ജനിക്കുന്നത് വരെ അറബികൾ ചരിത്രത്തിൽ അറിയപ്പെടാത്ത ഒരു വിഭാഗം ആളുകളാണ്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നത് വരെ അറബികളെ ആർക്കും അറിയില്ല. അവരാർക്കും അറിയില്ല. അവർ നാടോടികളാണ്. കുറച്ച് ബെഡോയിൻസ്, കുറച്ച് നൊമാഡിക് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ, ഒരു വിഭാഗം ആളുകൾ എവിടെയെങ്കിലും വെള്ളം കണ്ടാൽ അവിടെ കൃഷി ചെയ്ത് അവിടെ ഇങ്ങനെ ജീവിക്കും. പിന്നെ കുറച്ചാളിങ്ങനെ നാട് ഇങ്ങനെ സഞ്ചരിച്ച് അവിടെ ഇങ്ങനെ കൃഷി ചെയ്ത് ജീവിക്കും. അവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത് ആടിനെ മേയ്ക്കുക, ഒട്ടകത്തെ മേയ്ക്കുക, ഇങ്ങനെയൊക്കെയായിരുന്നു. അവർക്ക് പിന്നെ സാഹിത്യ മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന ആളുകളില്ല. പിന്നെ കുറച്ച് കവികൾ ഉണ്ടായിരുന്നു. ഇമ്രുൽ ഖൈസിനെ പോലെയുള്ള ആളുകൾ 7 ഓഡ് പോയംസ് എന്ന് പറയുന്ന സബഉൽ മുഅല്ലഖാത്ത്, അതാണ് അവരുടെ ഏറ്റവും സാഹിത്യ ഭംഗിയിലുള്ള കൃതികൾ. സാഹിത്യത്തിന് അവര് നൽകിയ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ അറിയപ്പെട്ട 7 ആളുകളുടെ കവിതകളാണ്. അതവര് കഅബയിലേക്ക് തൂക്കി വെക്കും. അതിനൊക്കെ ആളുകൾ കാണാതെ പഠിക്കും. അതിന്റെ ഇതിവൃത്തങ്ങൾ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, 1 പെണ്ണിനെ വർണ്ണിക്കുക, 2 കള്ളിനെ കുറിച്ച് പാടുക, 3-ാമത്തേത് യുദ്ധങ്ങളെ കുറിച്ച് പാടുക. ഈ 3 അവരുടെ കവിതകളിൽ ഉണ്ടായിരുന്ന ആശയങ്ങൾ. നിങ്ങൾ ആലോചിച്ചോക്കണം, എങ്ങനെയുള്ള ഒരു സമുദായത്തെയാണ് നബിത്തങ്ങൾ സാംസ്കാരിക നേതാക്കന്മാരാക്കി മാറ്റിയത് എന്ന് നിങ്ങൾ ആലോചിച്ചോക്കണം. ഇമ്രുൽ ഖൈസ് ആയാലും അൻസറായാലും ഏത് കവികളെ, ലബീദായാലും ഏത് കവികളായാലും ഇവരുടെ കവിതകളുടെ ഇതിവൃത്തം, ആശയം എന്ന് പറയുന്നത്, സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്, വരികളിലൂടെ ഇടയിൽ ഒതുങ്ങി നിൽക്കുന്ന ആശയം ആകത്തുകയായി നോക്കിയാൽ 3 ഉണ്ടാകും. 1 പെണ്ണ്, 2 കള്ള്, 3 യുദ്ധങ്ങളെ കുറിച്ച് പാടവർ. അവര് പാടും, ഞങ്ങൾക്ക് ഞങ്ങളുടെ സഹോദരങ്ങളെ മാത്രമേ യുദ്ധം ചെയ്യാൻ കിട്ടുള്ളൂ എങ്കിൽ വേറെ ആരും യുദ്ധം ചെയ്യാനില്ല എന്ന് നമ്മൾ എന്താ ചെയ്യാ? നേരെ പോയിട്ട് സ്വന്തം സഹോദരങ്ങളോട് യുദ്ധം ചെയ്യുമെന്ന് പാട്ടുപാടിയിരുന്നവരവർ. ജ്യേഷ്ഠാനുജന്മാരോട് വേറെ യുദ്ധം ചെയ്യാൻ ആരും കിട്ടിയില്ലെങ്കിൽ സ്വന്തം ജ്യേഷ്ഠന്മാരോട് ഞങ്ങൾ യുദ്ധം ചെയ്യുമെന്ന് പാട്ടുപാടിയിരുന്നവരവർ. പ്രാണി ഒരു കള്ളില് വീണ് മരിച്ചാൽ ആ പ്രാണിയെ പൊക്കിപ്പിടിച്ച് നീ എന്ത് ഭാഗ്യവാൻ എന്ന് പാട്ടുപാടിയിരുന്നവർ. എന്ന് പറഞ്ഞ് തന്റെ കാമുകിയുടെ വീടിന്റെ തൊട്ടടുത്ത് പോയിട്ട് ഒട്ടകത്തോട് കരയാൻ പറഞ്ഞിരുന്ന കവികള്. രണ്ടുപേരും നടക്ക്, അല്ലെങ്കിൽ നിൽക്ക്, നബിക്ക് ഞങ്ങൾ 2 പേര് ഒന്നിച്ചിരുന്ന് ഇവിടെ കരയാം. ഈ തന്റെ കാമുകിയുടെ വീടിന്റെ തൊട്ടടുത്തിരുന്നിട്ട് ഞങ്ങൾക്കൊന്ന് കരഞ്ഞിട്ട് പോകാമെന്ന് ഒട്ടകത്തിന്റെ മുഖം നോക്കി പാട്ടുപാടി. ഇതായിരുന്നു പ്രവാചകൻ വരുന്നത് വരെ അവരുടെ സാഹിത്യം എന്ന് പറയുന്നത്. അവരിലേക്കാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഇഖ്റാ, നിങ്ങൾ വായിക്കണം, നിങ്ങൾ എഴുതണം, നിങ്ങൾ പഠിക്കണം, നിങ്ങൾ റിസർച്ച് ചെയ്യണം, നിങ്ങൾ അന്വേഷിക്കണം എന്നിങ്ങനെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി അവരോട് പറഞ്ഞത്. അവരോട് നബി തങ്ങൾ പറഞ്ഞു, വർഷങ്ങളോളം ആരാധിക്കുന്നവരും ആബിദിനെക്കാളും അല്ലാഹുവിന് ഇഷ്ടം ഇൽമിന് വേണ്ടി 1 മണിക്കൂറെങ്കിലും ചെലവഴിക്കലാണെന്ന്. വർഷങ്ങളോളം അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന ആബിദിനെക്കാളും അല്ലാഹുവിന് ഇഷ്ടം 1 മണിക്കൂറെങ്കിലും അല്ലാഹുവിന് വേണ്ടി ഇൽമിന് വേണ്ടി ചെലവഴിക്കലാണ് എന്ന്. അള്ളാഹുവിന്റെ മാർഗത്തിൽ കുടുംബത്തെ, നാട്ടുകാരെ, സമ്പാദ്യങ്ങളെ, വീടിനെ എല്ലാം ത്യജിച്ച് യുദ്ധം ചെയ്യാൻ വേണ്ടി രണാങ്കണത്തിലേക്ക് പുറപ്പെട്ട് അവിടെ രക്തസാക്ഷിയായി രക്തം വാർന്നൊലിക്കുന്ന ഒരു രക്തസാക്ഷിയുടെ രക്തത്തെക്കാളും അള്ളാഹുവിന് ഇഷ്ടം ഇൽമു പഠിക്കാൻ വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്ന നിങ്ങളുടെ മഷിത്തുള്ളികളാണ് എന്ന് പഠിപ്പിച്ച പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തങ്ങളാ പറഞ്ഞത്, തുലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം
മുസ്ലിമിൻ വമുസ്ലിമ. പഠിക്കൽ എല്ലാവർക്കും നിർബന്ധമാണ്. മുസ്ലിമീങ്ങളായ ആളുകളോട് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പഠിക്കണം. നിങ്ങൾ പഠിക്കൽ പെണ്ണിനും നിർബന്ധമാണ്, ആണിനും നിർബന്ധമാണ്. ആൺ പെൺ വ്യത്യാസമില്ലാതെ പഠിക്കണം എന്നാ പരിശുദ്ധ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കല്യാണം കഴിക്കാനുള്ള കാരണം തന്നെ ഇൽമ പഠിക്കാനുള്ള ഒരു അവസരം ജനങ്ങൾക്ക് ഉണ്ടാക്കുക എന്നതാണ്. ഇവിടെ പ്രവാചക നിന്ദയുമായി ബന്ധപ്പെട്ട് കോലാഹലങ്ങൾ ഒരുപാടുണ്ടായി. അതൊക്കെ ഒരു നിലക്ക് നോക്കിയ ഖൈറാണ്. ഇതൊക്കെ പഠിക്കാൻ ജനങ്ങൾക്ക് അവസരം ഉണ്ടായിന്ന പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 9ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു എന്നുള്ള ആരോപണം, എന്നുള്ള ചർച്ച. ആ ചർച്ച വന്നപ്പോഴാണ് ഈ ഇന്ത്യ രാജ്യത്ത് തന്നെ 6 വയസ്സിൽ കല്യാണം കഴിച്ചവരുണ്ട് അല്ലെ. എത്രയോ ആളുകളുടെ ലിസ്റ്റ് പുറത്തു വന്നു. ഇവരൊക്കെ 6 വയസ്സിലും 4 വയസ്സിലും 7 വയസ്സിലും 8 വയസ്സിലൊക്കെ കല്യാണം കഴിച്ച സാംസ്കാരിക നേതാക്കന്മാരാണെന്ന് ഇവിടെ പറയുകയും പാടി പുകഴ്ത്തുകയും ചെയ്ത പല ആളുകളും 8ലും 7ലും കല്യാണം കഴിച്ചതിന്റെ നിരയായ ലിസ്റ്റ് തന്നെ വന്നു. ഇതൊക്കെ ഈ പുതിയ നൂറ്റാണ്ടിൽ, പഴയ 6ാം നൂറ്റാണ്ടിലല്ല, ഈ നൂറ്റാണ്ടിൽ. അപ്പൊ ഇങ്ങനൊരു ആരോപണം വരുമ്പോൾ അതിലൊക്കെ ചില ഖൈറുകൾ ഒളിഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്തിനാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചത്? നബി തങ്ങളുടെ ജീവിതത്തിൽ കന്യകയായ ഒരൊറ്റ ഒരു ഭാര്യയെ അല്ലാഹുവിന്റെ ഹബീബ് വിവാഹം കഴിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ ആളുകളും വിധവയാണ്, ഒന്നുകിൽ 1ഓ 2ഓ കല്യാണം കഴിഞ്ഞവർ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുമ്പോൾ ഖദീജ ബീവി വിധവയാണ്. ഖദീജ ബീവി വിധവയാണ്, 40 വയസ്സുണ്ട്. അത് കഴിഞ്ഞ് നബി തങ്ങൾ കല്യാണം കഴിക്കുന്ന സൗദാ ബീവി വയസ്സായ ഒരു പെണ്ണാണ്. പിന്നെയാണ് അല്ലാഹുവിന്റെ ഹബീബ് ആയിഷ ബീവിയെ കല്യാണം കഴിക്കുന്നത്. അതിനുശേഷമുള്ള എല്ലാ കല്യാണങ്ങളും ഓരോ കാരണത്തിൽ യുദ്ധത്തടവുകാരായി പിടിക്കപ്പെട്ടവർ, അല്ലെങ്കിൽ ഒരു രാജ്യവുമായി ഉണ്ടാക്കേണ്ട ബന്ധത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വിധവയായി എന്ന കാരണത്താൽ, ദരിദ്രരായി നോക്കാൻ ആളില്ല എന്ന കാരണത്താൽ ഇങ്ങനെയൊക്കെയുള്ള വിവാഹം നടന്നു. എന്നാൽ ഈ ലോകത്തിന് ഏറ്റവും കൂടുതൽ ഹദീസ് സമർപ്പിച്ചത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഇൽമിന്റെ പ്രഭ ലോകത്തേക്ക് വ്യാപിപ്പിച്ചത് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സംശയമുണ്ടായാൽ പോയി ചോദിക്കുന്നത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോടാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സംശയമുണ്ടായാൽ ചോദിക്കുന്നത് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോടാണ്. സിഹാഹു സിത്തയുടെ 25% ഹദീസുകളും മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കൂടെ കൊണ്ടു നടക്കാൻ ബുദ്ധിശക്തിയുള്ള, ഓർമ്മശക്തിയുള്ള, നൈപുണ്യമുള്ള, കഴിവുള്ള നല്ല ഒരു പെണ്ണിനെ അല്ലാഹുവിന്റെ ഹബീബ് തെരഞ്ഞെടുത്തത് ഈ ലോകത്തേക്ക് ഇൽമിന്റെ പ്രഭ പരത്താനാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വമുസ്ലിമ. ഇൽമ പഠിക്കുക എന്നുള്ളത് എല്ലാ പെണ്ണിനും നിർബന്ധമാണ്, എല്ലാ ആണിനും നിർബന്ധമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആൺമക്കളായാലും പെൺമക്കളായാലും വിദ്യാഭ്യാസ മേഖലകളിൽ നിന്ന് മാറ്റി നിർത്തരുത്. നീ കല്യാണം കഴിഞ്ഞ് ചായ വെക്കേണ്ടവളല്ലേ, നീ കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ അടുക്കളയിൽ പോയി ജോലി ചെയ്യേണ്ടവളല്ലേ എന്ന ഒരു ചിന്തയോടെ, എന്ന ഒരു മുരടിപ്പൻ ആശയവുമായിട്ട് നമ്മുടെ മക്കളെ പഠന മേഖലയിൽ നിന്ന് ഒരു കാരണവശാലും നിരുത്സാഹപ്പെടുത്തരുത്. ഇൽമ പഠിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മ സമരത്തിന്റെ ഭാഗമാണെന്ന് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും മനസ്സിലാക്കുക. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ചൈനയിൽ പോയിട്ടെങ്കിലും നിങ്ങൾ ഇൽമ പഠിക്കണമെന്ന് പറഞ്ഞത് വെറുതെയല്ല. അന്ന് ഏറ്റവും ദുർഘടമായ പാതകൾ നിങ്ങൾ ആലോചിച്ചു നോക്ക്. പരിശുദ്ധമായ ഇസ്ലാം ലോകം മുഴുവനും വ്യാപിച്ചു കിടന്നപ്പോ, ഇസ്ലാം ലോകം മുഴുവനും വ്യാപിച്ചു കിടന്നിരുന്നു. ഒട്ടുമിക്ക രാജ്യങ്ങളും ഇസ്ലാമിന്റെ കീഴിലായിരുന്നു. നോർത്ത് ആഫ്രിക്ക, ആഫ്രിക്കയുടെ വലിയൊരു ഭാഗം, അറേബ്യയുടെ ഒരു വലിയൊരു ഭാഗം, ഏഷ്യയിൽ നിന്ന് നല്ലൊരു ഭാഗം, യൂറോപ്പിന്റെ ചില ഭാഗങ്ങൾ, ഇങ്ങനെ ഒട്ടുമിക്ക ഭാഗങ്ങളും വൻകരകളൊക്കെ ഇസ്ലാമിന്റെ അധീനതയിൽ വന്നൊരു കാലുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലൊന്നും ഇസ്ലാമിന് കൃത്യമായ സ്വാധീനം ചെലുത്താൻ പറ്റാത്തൊരു രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. ഉമവി ഭരണകൂട സമയത്തും അബ്ബാസി ഭരണകൂട സമയത്തൊക്കെ
അവിടേക്കുള്ള എക്സ്പെഡിഷൻ നടന്നിട്ടുണ്ട്, ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ പലതും പരാജയപ്പെട്ടു. പിന്നെയാണ് ചെങ്കിസ് ഖാന്റെ പട്ടാളക്കാർ, ഹുലാഗു ഖാൻ എന്ന് പറയുന്ന ചെങ്കിസ് ഖാന്റെ അനുയായികൾ ബഗ്ദാദിലേക്ക് കടന്നു വന്ന് 10 ലക്ഷം മുസ്ലിമീങ്ങളെ കഴുത്തറുത്തു കൊന്നത് ചൈനക്കാരായ ആളുകളാണ്. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ചൈനയിൽ പോയിട്ടെങ്കിലും ഇൽമു പഠിക്കണമെന്ന്. അവിടേക്ക് എത്താനുള്ള ദുർഘടമായ പാതയാണ്, പ്രയാസമേറിയ ദൈർഘ്യമുള്ള വലിയ മണൽത്തരികളും മണലാരുണ്യങ്ങളും താണ്ടി പോകേണ്ട ഒരു പ്രയാസമുള്ള ഒരു സ്ഥലമായതുകൊണ്ട് അവിടേക്ക് മുസ്ലിമീങ്ങൾക്ക് എത്തിപ്പെടാൻ പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അവിടെ സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടില്ല. അബ്ബാസികൾക്കും സാധിച്ചിട്ടില്ല, ഉമവികൾക്കും സാധിച്ചിട്ടില്ല, ഉസ്മാനികൾക്കും സാധിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ചൈനയിൽ പോയിട്ടെങ്കിലും എന്നൊരു പദപ്രയോഗം, അത് ഇന്നത്തെ കാലത്ത് വെച്ച് നോക്കുമ്പോൾ എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും, രാഷ്ട്രീയമായി സാമ്പത്തികമായി എത്ര വലിയ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ പഠിക്കണം. റബ്ബി സിദ്നി ഇൽമാ, ഇൽമ നീ എനിക്ക് തരണേ പഠിച്ചോനെ. റബ്ബി സിദ്നി ഇൽമാ, എനിക്ക് നീ ഇൽമ പഠിപ്പിച്ച് കൂട്ടിത്തരണേ, വർദ്ധിപ്പിച്ചു തരണേ. വേറെ ഒരു കാര്യവും അള്ളാഹുവിനോട് കൂടുതൽ തരണമെന്ന് ആവശ്യപ്പെടാൻ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല. റബ്ബി സിദ്നി ഇൽമാ, എനിക്ക് ഇൽമ നീ വർദ്ധിപ്പിച്ചു തരണേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഒരു ശത്രുവിനെ യുദ്ധത്തിൽ, ബദർ യുദ്ധത്തിൽ പരാജയപ്പെട്ട ശത്രുക്കള്, ആ ശത്രുക്കളെ പിടികൂടിയപ്പോ ഒരുപാട് ആളുകൾ സ്വർണ്ണാഭരണങ്ങളും സമ്പത്തുമായി മോചന ദ്രവ്യവുമായി വന്നപ്പോ ചില ആളുകൾക്ക് കൊടുക്കാൻ പൈസ ഇല്ല, സ്വതന്ത്രരാവാൻ അവരുടെ കയ്യിൽ പൈസ ഇല്ല. അപ്പൊ നബി തങ്ങൾ എന്താ പറഞ്ഞത്? 10 മുസ്ലിമീങ്ങളായ കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും പഠിപ്പിച്ച നിങ്ങൾ വെറുതെ വിടാം. മുസ്ലിമീങ്ങളായ ആളുകൾക്ക് എഴുതാനും വായിക്കാനും പഠിപ്പിച്ച നിങ്ങളെ ഞാൻ വെറുതെ വിടാം. 10,000-കണക്കിന് ദീനാറും സ്വർണ്ണ നാണയങ്ങളൊക്കെ മോചന ദ്രവ്യവുമായിട്ട് നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്ന് പലരും മോചിപ്പിക്കപ്പെട്ടപ്പോ പൈസ ഇല്ലാത്ത ആളുകളോട് ആ 10,000-ത്തിനേക്കാളും വലുതാണ് മുസ്ലിമീങ്ങളായ ഈ കുട്ടികളെ എഴുതാനും വായിക്കാനും പഠിപ്പിക്കുക എന്ന് പഠിപ്പിച്ച് ഇൽമിനെ പ്രോത്സാഹിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. വായിക്കണം എന്നാ നബി തങ്ങൾ പറഞ്ഞത്. ആരോട്? ആടിനെ മേച്ചിരുന്ന, ഒട്ടകങ്ങളെ മേച്ചു നടന്നിരുന്ന, വെളുത്ത വാളുമായി യുദ്ധത്തിന് പോയി ചുവന്ന വാളുമായി ഞങ്ങൾ തിരിച്ചു വരുമെന്ന് അഭിമാനത്തോടെ പാട്ടുപാടിയിരുന്ന ഒരു കൂട്ടം ആളുകളോട്. നിങ്ങൾ ആലോചിച്ചൊക്കെ, വേറൊരു കവിതയുണ്ട്. ഇദാ മിത്തു ഫദ്ഫന്നി ഇലാ ജംബി കർമതി തുറവ്വി ഇലാമി ബഅദ മൗതി ഉറൂഖുഹാ. ഞാൻ മരിച്ചു പോയാൽ നിങ്ങൾ എന്നെ മറമാടേണ്ടത് മുന്തിരി വള്ളിയുടെ ചുവട്ടിലാണ്. ഞാൻ മരിച്ചു പോയാൽ നിങ്ങൾ എന്നെ മറമാടേണ്ടത് മുന്തിരി വള്ളിയുടെ ചുവട്ടിലാണ്. എന്തിനെന്നറിയോ? തുറവ്വി ഇലാമി ബഅദ മൗതി ഉറൂഖുഹാ. ഞാൻ മരിച്ചാൽ എന്റെ ഞരമ്പുകളിലേക്ക് മുന്തിരി വള്ളിയുടെ വേരുകളിൽ നിന്ന് കള്ളിന്റെ സത്ത എത്തുമല്ലോ. അത് മരിച്ചുപോയ, ദ്രവിച്ചുപോയ എന്റെ ശരീരത്തിന് ആശ്വാസം നൽകുമെന്ന് പാട്ടുപാടി മരിച്ചുപോയ അറബികള് അല്ലെ. മരിച്ചു കഴിഞ്ഞ് ദ്രവിച്ചു പോയ, ജീർണിച്ചു പോയ എന്റെ ശരീരത്തിന്റെ ഞരമ്പിലേക്ക് മുന്തിരി വള്ളിയുടെ വേരിൽ നിന്ന്, ആ മുന്തിരിയിൽ നിന്നാണല്ലോ കള്ളുണ്ടാക്കുക, ആ കള്ളിന്റെ സത്ത ലവലേശം കിട്ടിയാൽ എനിക്കൊരു ആശ്വാസമാകുമല്ലോ എന്റെ ഖബറിൽ. കാരണം കള്ളില്ലാതെ അവർക്കറിയില്ല, ജീവിക്കാൻ അറിയില്ല. കള്ള് കുടിക്കാതെ നിമിഷങ്ങൾ അവർക്കറിയില്ല. കള്ളു കുടിച്ച് 4 കാലിൽ നടക്കുന്ന ഒരു സമൂഹം, ആ സമൂഹത്തോടാണ് പരിശുദ്ധ ഖുർആൻ നിങ്ങൾ കള്ളിൽ നിന്ന് അകലണമെന്ന് പറയുന്നത്. അള്ളാന്റെ ഹബീബിന്റെ ആശയം ഉൾക്കൊണ്ട ആളുകൾ യാതൊരു മടിയില്ലാതെ 3 സ്റ്റെപ്പുകളായിട്ട് പൂർണ്ണമായിട്ട് കള്ളിൽ നിന്ന് മാറി നിന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളോടാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ഇഖ്റ, നിങ്ങൾ വായിക്കണം, വായനയെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. നമ്മുടെ വായനയെ പ്രോത്സാഹിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് ഇതുപോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഇൽമ് വളരെ പ്രധാനമാണ്. നമ്മൾ മരിച്ചുപോയാൽ ഖിയാമത്ത് നാൾ വരെ നമ്മുടെ ഖബറിടത്തിലേക്ക് കടന്നു വരുന്ന ചില നന്മകളുണ്ട്. ഞാൻ മരിച്ചാൽ എന്റെ നിസ്കാരം മരിച്ചു, ഞാൻ മരിച്ചാൽ എന്റെ തഹജ്ജുദും എന്റെ ളുഹായും എന്റെ ജമാഅത്ത് നിസ്കാരങ്ങളും എല്ലാം മരിച്ചു പോവും എന്റെ കൂടെ. എന്നാൽ എന്റെ കൂടെ മരിക്കാത്ത 7 നന്മകളെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, സബ്ഉൻ നജ്രി ലിൽ അബ്ദി അജ്റുഹുന്ന. ഒരു അടിമയ്ക്ക് അവൻ മരിച്ചുപോയാൽ 7 കാര്യങ്ങൾ അയാളുടെ കൂടെ മരണശേഷവും ഖബറിടത്തിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കും. 7 കാര്യങ്ങൾ മരിച്ച് ഖിയാമത്ത് നാൾ വരെ
മരണശേഷം ഒരാളുടെ ഖബറിടത്തിലേക്ക് കടന്നു വരുന്ന നന്മകൾ, അതിലൊന്ന് ഇൽമൻ അല്ലമഹു വനശറ, നിങ്ങൾ ഇൽമ പഠിപ്പിക്കാൻ വേണ്ടി ചെലവഴിച്ച നിങ്ങളുടെ സമ്പാദ്യങ്ങൾ, ആലിമീങ്ങളായ ആളുകളെ ഇൽമ പഠിപ്പിച്ചത്, നിങ്ങൾ എഴുതി വെച്ച കിതാബുകൾ, നിങ്ങളെ ജനങ്ങളിലേക്ക് എത്തിച്ച വാളുകൾ, അത് പ്രഭാഷണമായാലും എഴുത്തായാലും ദർസിലുള്ള ക്ലാസ്സുകളായാലും സാമ്പത്തികമായ സഹായങ്ങളായാലും ഇൽമിന് വേണ്ടി നിങ്ങൾ ചെലവഴിച്ച ഓരോ നാണയത്തൊട്ടും ഖിയാമത്ത് നാൾ വരെ നിങ്ങളുടെ ഖബറിടത്തിലേക്ക് കടന്നു വരുന്ന നന്മയായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഇങ്ങനെ ഒരു ഹിഫ്ള് സ്ഥാപനം, ഇങ്ങനെ ഒരു ജൂനിയർ കോളേജ്, ഇങ്ങനെ ഒരു ദർസ് ശരീഅത്ത് കോളേജ് നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോ അവിടെ നിന്ന് 100 കണക്കിന് വിദ്യാർത്ഥികളെ പഠിച്ചിറങ്ങുന്നു. ആ 100 കണക്കിന് വിദ്യാർത്ഥികൾ എല്ലാവരും മുദരിസ്യങ്ങളായിക്കൊള്ളണമെന്നില്ല, എല്ലാവരും പ്രഭാഷകരായിക്കൊള്ളണമെന്നില്ല. ഓരോ ആളുകൾ ഓരോ മേഖലകളിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നു. മുദരിസ്യങ്ങളായ ആളുകൾ വീണ്ടും 100 കണക്കിന് മുദരിസ്യങ്ങൾ ഉണ്ടാക്കുന്നു. വായിലീങ്ങളായ പ്രഭാഷകരായ ആളുകൾ ജനങ്ങളിലേക്ക് ഇൽമ എത്തിച്ചു കൊടുക്കുന്നു. എഴുത്തുകാരായ ആളുകൾ എഴുത്തിലൂടെ ജനങ്ങളിലേക്ക് ഇൽമ എത്തിച്ചു കൊടുക്കുന്നു. എന്നാൽ ഇതൊന്നുമില്ലാതെ ഗൾഫിലും മറ്റുമെല്ലാം ജോലിയുമായി നടക്കുന്ന ആളുകൾ അവർക്ക് കഴിവിന്റെ പരമാവധി ജനങ്ങളിലേക്ക് ഇൽമിന്റെ പ്രഭ എത്തിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെലവഴിച്ച സമ്പാദ്യം, ഈ സമ്പാദ്യം ഒരു തലമുറയായി ആ തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക്, അവരടുത്ത തലമുറയിലേക്ക് ഇങ്ങനെ എത്തിച്ചുകൊണ്ടേയിരിക്കാൻ. അതോടൊപ്പം നമ്മുടെ സ്ഥാപനം ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം 100 കണക്കിന് വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര കാലമാണോ ഇവിടെ സ്ഥാപനം ഉണ്ടാവുന്നത്, അത്രയും കാലം നമ്മുടെ ഖബറിടത്തിലേക്ക് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ പ്രാർത്ഥന, ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ നിസ്കാരം, ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ പരിശുദ്ധമായ ഖുർആൻ പാരായണം, അവരുടെ വഅലുകളും അവരുടെ ഉറുദികളും അവരുടെ തസ്ബീഹുകളും അവരുടെ ഇസ്തിഗ്ഫാറുകളും അവരുടെ സ്വലാത്തുകളും അവരുടെ ദുആകളും അവരുടെ തഹജ്ജുദുകളും ആരൊക്കെയാണോ സഹായിക്കുന്നത് അവരുടെ ഖബറിടത്തിലേക്ക് നിരന്തരമായി വന്നുകൊണ്ടിരിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ ചെലവഴിക്കുന്ന സമ്പാദ്യങ്ങളിൽ ഏറ്റവും നല്ല സ്വതഖ ഏതാണ് എന്ന് ചോദിച്ചാൽ ഇൽമിന് വേണ്ടി ചെലവഴിക്കുന്ന സമ്പാദ്യങ്ങളാണ്, ഇൽമ പഠിപ്പിക്കാൻ വേണ്ടി ചെലവഴിക്കുന്ന സമ്പാദ്യങ്ങളാണ്. അത് മക്കളെ ഇൽമ പഠിപ്പിക്കണം, നമ്മുടെ ബാധ്യതയാണത്. നമ്മുടെ സ്വന്തം മക്കളെ, മതം വേറെ ഭൗതികം വേറെ എന്നില്ല, എല്ലാം ദീനിന്റെ ഭാഗമാണ്, എല്ലാം ദീന് തന്നെയാണ്. സയൻസ് പഠിക്കലും ദീനാണ്, MBBS പഠിക്കലും എക്കണോമിക്സ് ആയാലും കൊമേഴ്സ് ആയാലും മാത്സ് ആയാലും എഞ്ചിനീയറിംഗ് ആയാലും ഏത് ഫാഷൻ ഡിസൈനിങ് ആയ ഏത് മേഖലയാണെങ്കിൽ വരെ പഠിക്കുന്നത് ദീനിന്റെ ഭാഗമാണ്. ഏത് മേഖലയിലാണോ നമ്മൾ പഠിക്കുന്നത് ആ മേഖലയിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ വെളിച്ചം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. ഒരു പക്ഷേ ദീനിയായി പഠിച്ച് ദീനീ സ്ഥാപനങ്ങളിൽ പഠിച്ച് വലിയൊരു ആലിമായി മാറി ആ ആലിമിനെക്കാളും പരിശുദ്ധമായ ദീനിന് ഉപകാരമുണ്ടാകുന്നത് ഭൗതിക മേഖലയിൽ പഠിച്ചൊരു MBBS കാരനെ കൊണ്ടായിരിക്കാം, ഒരു രാഷ്ട്രീയക്കാരനെ കൊണ്ട്, ഒരു MLA കൊണ്ട്, ഒരു MP കൊണ്ട്, IAS കാരനെ കൊണ്ട്. എന്തുകൊണ്ട്? അയാളുടെ ഖൽബിന്റെ കത്തരങ്ങളിൽ ദീനിന്റെ വെളിച്ചമുണ്ടെങ്കിൽ അയാൾ പോയ സ്ഥലങ്ങളിലെല്ലാം പരിശുദ്ധമായ ദീനിന്റെ മഹത്വം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കും, ദീനിന്റെ ആശയങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കും അയാള്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ലോകത്ത് ഏറ്റവും നല്ല അമലേതാണ്? അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം. മറ്റൊരാളെ സന്തോഷിപ്പിക്കലാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. അങ്ങനെ വരുമ്പോൾ ലോകത്തെ ഏറ്റവും ജനങ്ങളെ സന്തോഷിപ്പിക്കുന്ന ആളാരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും MBBS കാരായ അല്ലെങ്കിൽ ഡോക്ടർമാരാണ്. ജനങ്ങൾക്ക് സന്തോഷം നൽകുന്നത് ഡോക്ടർമാരാണ്. ജീവിതത്തിൽ രോഗവും പ്രയാസവും ത്യാഗവും സഹിച്ച് മാനസികമായ ശാരീരികമായ പ്രയാസം സഹിച്ചൊരു ഡോക്ടറെ കാണുമ്പോ ഡോക്ടർ മരുന്ന് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാ അസുഖവും ഇത് കൈക്കലോടുകൂടി സുഖാവും എന്ന് പറഞ്ഞു. നല്ല വാക്ക് പറഞ്ഞാല് ആ രോഗിക്കുണ്ടാകുന്ന ആശ്വാസം. പനി പിടിച്ച് പ്രയാസപ്പെട്ട് തലവേദന എടുത്ത് വീട്ടിൽ പോയിട്ട് ഒരു ഗുളിക കഴിക്കുമ്പോ പെട്ടെന്ന് അയാളുടെ അസുഖം മാറി, അയാൾക്കുണ്ടാകുന്ന സന്തോഷം. സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം. മറ്റൊരാളെ സന്തോഷിപ്പിക്കലാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ദീൻ എന്ന് പറഞ്ഞാൽ വെറും ഇൽമ്, ഒരു മതകീയമായ ഇൽമ പഠിക്കൽ മാത്രമല്ല, എല്ലാം പഠിക്കണം നമ്മൾ.
അങ്ങനെയായിരുന്നു ഏകദേശം ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ സുവർണ കാലഘട്ടത്തിലുള്ള ആലിമികൾ. എന്തിനേറെ 1921 മലബാർ സമരവുമായി ബന്ധപ്പെട്ട വിഷയം പഠിക്കുമ്പോൾ ആലി മുസ്ലിയാരുടെ ദർസിലടക്കം മതഭൗതിക വിഷയങ്ങൾ പഠിപ്പിച്ചിരുന്നു. ആലി മുസ്ലിയാരൊക്കെ മലബാർ സമരവുമായിട്ട് വാര്യംകുന്നത്തും ആലി മുസ്ലിയാരൊക്കെ മലബാർ സമരവുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെടുകയും കൊല്ലപ്പെടുകയൊക്കെ ചെയ്ത ആളുകളാണല്ലോ. ആ സമയത്തുണ്ടായിരുന്ന ദർസുകളിൽ വരെ മതവും ഭൗതികവും സമന്വയിപ്പിച്ച് പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റമായിരുന്നു. അവർക്കൊക്കെ പല ഭാഷകളും കൈകാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു. പിന്നെ അത് കാലക്രമേണ മതം വേറെ ഭൗതികം വേറെയായി. നിങ്ങൾ നോക്ക്, ഏകദേശം ക്രിസ്താബ്ദം 800-കളിൽ 850 മുതൽ 900 വരെ, ക്രിസ്താബ്ദം 800 മുതൽ 900 വരെ അബ്ബാസികൾ ഭരിക്കുന്ന കാലാണ്. ഹാറൂൺ റഷീദും മഅ്മൂനൊക്കെ ഈ ലോകത്തിന്, ഈ സാമ്രാജ്യത്തിന് നൽകിയ സംഭാവനയാണ്. വലിയൊരു യൂണിവേഴ്സിറ്റിയാണ് ദ ഹൗസ് ഓഫ് വിസ്ഡം, ബൈത്തുൽ ഹിക്മ എന്ന് പറയുന്ന ആദ്യകാല യൂണിവേഴ്സിറ്റി. അവിടെ നിന്ന് എത്രയോ വിദ്യാർത്ഥികൾ സയൻസിന്റെ മേഖലയിൽ, ശാസ്ത്രം, സൈക്കോളജി, ഫിലോസഫി, അതുപോലെ തന്നെ പീഡിയാട്രിക്സ് ഡോക്ടർമാര്, ഒരുപാട് ആളുകൾ ഈ പിന്നെ റൈറ്റ് സഹോദരന്മാർ ഫ്ലൈറ്റ് കണ്ടുപിടിക്കുന്നതിനും മുമ്പേ അബുൽ അബ്ബാസ് അൽ ഫർനാമിസ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ 15 മിനിറ്റ് നേരം ആകാശത്ത് പറന്നിരുന്നു. 15 മിനിറ്റ് നേരം. ഒരു നിസ്കാരം കഴിഞ്ഞ് ജനങ്ങളോട് പറഞ്ഞു, ഞാൻ പറക്കാൻ പോവാണ്. അതിനെക്കുറിച്ച് നിരന്തരമായി റിസർച്ച് നടത്തി പഠനം നടത്തിയ ആൾ പറഞ്ഞു. 15 മിനിറ്റ് നേരം പറന്ന് നിലത്ത് വീണ് അദ്ദേഹത്തിന് പരിക്ക് പറ്റി. ആ പരിക്കിലാണ് പിന്നെ അദ്ദേഹം മരിക്കുന്നത്. ആദ്യമായിട്ട് പറക്കാണ്. അപ്പൊ അവർ ചിന്തിക്കുന്നത് ടേക്ക് ഓഫിനെ കുറിച്ച് മാത്രം, ലാൻഡിങ്ങിനെ കുറിച്ച് ചിന്തിക്കൂല. കാരണം ആദ്യത്തെ പറക്കലാണത്. അങ്ങനെ പറക്കുമ്പോ എങ്ങനെ ടേക്ക് ഓഫ് ചെയ്യും, എങ്ങനെ ഉയരണം എന്നൊക്കെ പഠിച്ചു, എങ്ങനെ പറക്കണമെങ്കിൽ ഉയരണം എന്ന് പഠിച്ചു. നിരന്തരമായിട്ട് റിസർച്ച് നടത്തി പഠിച്ചു. പക്ഷേ ലാൻഡ് ചെയ്യണം, അതിന് പ്രയാസം ഉണ്ടാകുമെന്ന് അദ്ദേഹം മനസ്സിലാക്കിയില്ല. അത് ഇറങ്ങുമ്പോഴാണ് മനസ്സിലായത്. നിങ്ങൾ പക്ഷികളെ ശ്രദ്ധിച്ചാൽ മതി, പറവകളെ ശ്രദ്ധിച്ചാൽ മതി. അവർ ലാൻഡിങ് സമയത്ത് തെന്നി മാറുന്ന 100 കണക്കിന് പക്ഷികൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ലാൻഡ് ചെയ്യാൻ പറഞ്ഞാൽ എളുപ്പമൊന്നുമില്ല. ഫ്ലൈറ്റ് ആണെങ്കിൽ വരെ ലാൻഡിങ് വലിയ റിസ്ക് ഉള്ള കാര്യമാണ്. ലാൻഡിങ് ആയി ഫ്ലൈറ്റ് ഇങ്ങനെ കുത്തി അതിങ്ങനെ റൺവേയിലൂടെ ഓടുമ്പോഴാണ് ഒരു സമാധാനം. ഇറങ്ങുമ്പോൾ എല്ലാം ഒരു കുലുക്കുണ്ടാകും. അതിങ്ങനെ റൺവേയിലൂടെ ഓടുമ്പോ മാഷാ അല്ലാഹ് സമാധാനം. ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ പക്ഷികളും പറവകളൊക്കെ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചാൽ ഇറങ്ങുന്ന സമയത്ത് തെന്നി മാറുന്ന പക്ഷികൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പൊ അദ്ദേഹം എങ്ങനെ ലാൻഡ് ചെയ്യണമെന്ന് അദ്ദേഹം പഠിച്ചില്ല. അത് എക്സ്പീരിയൻസ് വരുമ്പോഴല്ലേ പഠിക്കുക. പിന്നെ അദ്ദേഹത്തിന് അതുമായി പരിക്കുകൾ ഉണ്ടായിരുന്നു. അതേപോലെ അബൂബക്കർ റാസി, ഇബ്നു സീന, അവിറോഷ് എന്ന് പറയുന്ന ഇബ്നു റുഷ്ദ്, ജാബിർ ഇബ്നു ഹയ്യാൻ, അതുപോലെ തന്നെ മാത്തമാറ്റിക്സിലും മറ്റുള്ള വിഷയങ്ങളിലൊക്കെ സജീവമായി നമ്മൾക്ക് വലിയ കോൺട്രിബ്യൂഷൻ നൽകിയ ആളാണ് ഇബ്നുൽ ഹൈസം. അല്ലെ, നമ്മൾ അൽജിബ്രൊക്കെ പഠിക്കുന്നുണ്ട്. അതൊക്കെ ഈ ഗോൾഡൻ ഏജിലുള്ള മുസ്ലിം പണ്ഡിതന്മാർ നൽകിയ കോൺട്രിബ്യൂഷൻ ആണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഈ നമ്മൾ ഇൽമു എന്ന് പറഞ്ഞ വെറും ഖുർആൻ പഠിക്കുക, ഖുർആന്റെ അർത്ഥം പഠിക്കുക, ഹദീസ് പഠിക്കുക, ഹദീസിന്റെ അർത്ഥം പഠിക്കുക, ഉസൂൽ ഫിഖ് പഠിക്കുക, ഉസൂൽ ഹദീസ് പഠിക്കുക, ഉലൂമുൽ ഖുർആൻ പഠിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് മാറി ഖുർആമായ ഖുർആനിനെ സയന്റിഫിക്കലായി ഓരോ ആയത്തുകളെ പഠിക്കാനുള്ള പുതിയ പുതിയ സംവിധാനങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഖുർആൻ എന്ന് പറഞ്ഞ ഓതാൻ വേണ്ടി ഇറക്കിയതല്ല എന്ന് നബി തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആൻ എന്നുള്ളത് ഓതാൻ വേണ്ടി അല്ലാഹു ഇറക്കി തന്നതല്ല. അതിന്റെ ആയാത്തുകളെ കുറിച്ച് ചിന്തിക്കാനാണ്, ഗവേഷണം നടത്താനാണ്. നിങ്ങൾ ആദ്യം ഇറങ്ങിയ 5 ആയത്തുകളെ കുറിച്ച് ആലോചിച്ച് നോക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ നീ വായിക്കണം. ഒന്നാമത്തേത് വായിക്കണം എന്നുള്ളതാണ്. വായനയില്ലാത്ത സമൂഹത്തിന് ആശയങ്ങൾ ഉണ്ടാവില്ല. വായന വർദ്ധിക്കുമ്പോഴാണ് ആശയങ്ങൾ ഉണ്ടാവുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ, വായനയില്ലാത്ത സമൂഹത്തിലെ അഭിപ്രായങ്ങൾ, പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടാവില്ല. അവരുടെ വളർച്ച മുരടിക്കും. വായനയില്ലെങ്കിൽ ആരുടെയും വായനയില്ലാത്തവന്റെ വളർച്ച മുരടിക്കുന്നതാണ്. അതുകൊണ്ട് വായിച്ചുകൊണ്ടേയിരിക്കാം. ദുനിയാവിനോ ആഖിറത്തിനോ വേണ്ടി ചെലവഴിക്കാതെ വെറുതെ സമയം കളയുന്നത് എനിക്ക് ഇഷ്ടമല്ല, അവര് നഷ്ടത്തിലാണ് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഒന്നുകിൽ നീ ദുനിയാവിന് വേണ്ടി അധ്വാനിക്കുന്നവനാവണം, അല്ലെങ്കിൽ ആഖിറത്തിന് വേണ്ടി അധ്വാനിക്കുന്നവനാവണം. ഈ 2 പണിയല്ലാതെ മൂന്നാമതൊരു പണിയെടുക്കരുത് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ദുനിയാവിന് വേണ്ടി പണിയെടുക്കാന്ന് പറഞ്ഞാൽ അധ്വാനിക്കുക, ജോലി ചെയ്യുക, മക്കളെ പോറ്റുക, കുടുംബത്തെ പോറ്റുക, ബിസിനസ് ഉണ്ടാക്കുക, ഇതൊക്കെ ദീൻ തന്നെയാണ്.
ഒന്നുകിൽ അങ്ങനെ നീ അധ്വാനിക്കണം, അതില്ലെങ്കിൽ നീ ആഖിറത്തിന് വേണ്ടി അധ്വാനിക്കണം. ഒരു പണിയുമില്ലാതെ ബസ് സ്റ്റാൻഡിലും പീഡികത്തിണ്ണയിലും എല്ലാം ഇരുന്ന് സ്വറ പറയുന്നത് നല്ലതല്ല, ഒരു മനുഷ്യനത് ഭൂഷണമല്ല എന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇഖ്റ വായിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ സമുദായത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ വലിയ ഒരു സ്വഭാവമാണ്, നന്മയാണ് വായന എന്നുള്ളത്. അൽ ഹിക്മത്തു ളാല്ലത്തുൽ മുഅ്മിൻ, ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ, സത്യവിശ്വാസിക്ക് നഷ്ടപ്പെട്ടു പോയ ആയുധമാണ് ഇൽമ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. അതേപോലെ മഹാന്മാരായ പണ്ഡിതന്മാരെല്ലാം നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സമ്പാദ്യം, അതിലേറ്റവും വലിയ സമ്പാദ്യം ഇൽമാണ്, ഹിക്മത്താണ്. നമ്മൾക്കൊരു കാര്യം നഷ്ടപ്പെട്ടാൽ എന്താ നമ്മൾ ചെയ്യുക? മൂല്യമുള്ളതാണെങ്കിലേ നമ്മൾ തെരഞ്ഞു പിടിക്കുള്ളൂ, അല്ലെ? ഇപ്പൊ ഒരു ഉദാഹരണം, 10 രൂപ പോയി, നമ്മൾ മെയിൻ്റെ ചെയ്യില്ല. 10 രൂപ പോയാൽ നമ്മൾ മെയിൻ്റെ ചെയ്യില്ല. ഒരു 10,000, 1000 ഇതൊക്കെ വീണ് നമ്മൾ ഇങ്ങനെ തെരഞ്ഞു നോക്കും. സ്വർണത്തിന്റെ കൈച്ചേണ്ട് പോയാൽ നമ്മൾ തെരയും. വെള്ളി അല്ലെങ്കിൽ മുക്ക്, പണ്ടം അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ മെയിൻ്റെ ചെയ്യില്ല. അപ്പൊ അൽ ഹിക്മത്തു ളാല്ലത്തുൽ മുഅ്മിൻ, സത്യവിശ്വാസികളായ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയത് ഈ ഒരു അറിവിന്റെ സാഗരമാണ്. അറിവ് നേടാനുള്ള പ്രോത്സാഹനങ്ങളാണ്. ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നേതാക്കന്മാരും ഉമറാക്കളും ഉലമാക്കളും ഒക്കെ ഇൽമിന് വേണ്ടി ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന, വായിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു തലമുറ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പോ ഈ നഷ്ടപ്പെട്ടു പോയ വസ്തു എന്താണ്? അത് തേടി പിടിക്കണം. അതേപോലെ നമ്മൾക്ക് വിചാരിച്ചാൽ തേടി പിടിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇൽമ്. ആ പഴയകാല പ്രതാപം തിരിച്ചു കിട്ടാൻ ഇനിയും നമ്മൾക്ക് സാധിക്കും. എങ്ങനെ? ഇൽമിലൂടെ, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾക്ക് പഴയകാല പ്രതാപം തിരിച്ചു പിടിക്കാൻ കഴിയും. ഏതാ പ്രതാപം? ഇന്ന് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും കാംബ്രിഡ്ജിലൊക്കെ പോയിട്ട് പഠിക്കുന്നത് പോലെ ഇപ്പൊ ലോകത്ത് 100ഓളം അറിയപ്പെട്ട കലാലയങ്ങളിൽ കേരളത്തിൽ നിന്നൊരു കലാലയം പോലും തെരഞ്ഞെടുക്കപ്പെട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. അറിയപ്പെട്ട 10 യൂണിവേഴ്സിറ്റികൾ, 10ഓ 100ഓ എനിക്ക് ഓർമ്മയില്ല, ഏതായാലും അറിയപ്പെട്ട കലാലയങ്ങളിൽ, യൂണിവേഴ്സിറ്റികളിൽ കേരളത്തിൽ നിന്നുള്ളൊരു യൂണിവേഴ്സിറ്റി പോലും ഇല്ല. അത് നമ്മൾ ഇൽമിന് കൊടുക്കുന്ന പ്രാധാന്യത്തിന്റെ ഭാഗമാണ്. ബാംഗ്ലൂരിൽ നിന്നൊന്നുണ്ട്, അങ്ങനെ മറ്റുള്ള പല ഇന്ത്യയിൽ നിന്ന് വളരെ തുച്ഛം യൂണിവേഴ്സിറ്റികളേ ഉള്ളൂ. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഇൽമിൽ നിന്ന് മാറി നിൽക്കുമ്പോ മുഖ്യധാര സമൂഹത്തിന്റെ ഉന്നതമായ സ്ഥാനങ്ങളിൽ നിന്ന് പതുക്കെ പതുക്കെ നമ്മൾ മാറ്റപ്പെടും. വേസ്റ്റ് കൊട്ടയിലേക്ക്, അല്ലെങ്കിൽ ചപ്പുചവറുകളായി, ആർക്കും വേണ്ടാത്തൊരു വസ്തുക്കളായി നമ്മളെ എടുത്തു കളയും ആളുകൾ. വോട്ടിന് വേണ്ടി കറിവേപ്പിലകളെ പോലെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ച് ആവശ്യം കഴിഞ്ഞാൽ എടുത്തു കളയുന്ന ഒരു വിഭാഗമായി നമ്മൾ മാറും. അങ്ങനെയാണല്ലോ കറിവേപ്പില എന്ന് പറഞ്ഞാൽ. അത് കറിയുടെ ഒരു മണത്തിനും രസത്തിനും ഒരു സ്വാദിനും വേണ്ടി ഉപയോഗിക്കുന്നു, അത് കഴിഞ്ഞ് എടുത്തു കളയുന്നു. വോട്ടിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കും. ചില വർഗീയ പരാമർശങ്ങൾ നടത്തി അധികാരത്തിന്റെ കസേരയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ചില ആളുകൾ ഉപയോഗിക്കും, അത് കഴിഞ്ഞാൽ നമ്മൾ എടുത്തു കളയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഇൽമിന് നമ്മൾ ഒരുപാട് പ്രാധാന്യം നൽകി. എല്ലാവരും, നമ്മളൊക്കെ ഇൽമ് വളരെ പ്രധാനമാണ്. ഇഖ്റ, വായിക്കണം, വായിച്ചുകൊണ്ടേയിരിക്കണം. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഒട്ടിപ്പിടിച്ചിരിക്കുന്ന രക്തപിണ്ഡത്തിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ നീ വായിക്കണം. ആരോടാ ഇത് പറയുന്നത്? സ്കാനിംഗ് സംവിധാനങ്ങളില്ല, എക്സ്റേ സംവിധാനങ്ങളില്ല. ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ എന്താ സംഭവിക്കുന്നത് എന്ന് പോലും പറയാൻ കഴിയാത്തൊരു കാലം. ആ കാലഘട്ടത്തിലുള്ള ആളുകളോടാ പറയുന്നത്, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു വസ്തുവിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥന്റെ പേരിൽ നീ വായിക്കണമെന്ന്. അലഖ് എന്ന് പറഞ്ഞാൽ അട്ട, രക്തക്കട്ട, രക്തകഷ്ണത്തിൽ നിന്ന്. എങ്ങനെ? സംതിങ് ക്ലിഞ്ചസ്, ഒട്ടിപ്പിടിച്ചിരിക്കുന്ന രക്തകഷ്ണം. അന്ന് ഒരു മനുഷ്യന് പോലും ഉമ്മയുടെ ഗർഭപാത്രത്തിൽ എന്താ സംഭവിക്കുന്നത് എന്നറിയില്ല. ആ കാലഘട്ടത്തിലാണ് സ്വഹാബാക്കളോട് പറയുന്നത്. സ്വഹാബാക്കൾ ചോദിച്ചില്ല, അതിനെന്താ തെളിവ്? ഇന്നിപ്പോ എല്ലാറ്റിനും തെളിവ് വേണം. അതിനെന്താ തെളിവെന്ന് അവർ ചോദിച്ചില്ല, അവർ വിശ്വസിച്ചു. നബി തങ്ങൾ പറഞ്ഞു, സമിഅനാ വ അത്അനാ, നബിയേ നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഖുർആൻ പറഞ്ഞില്ലേ, അൽ യൗമ നുനജ്ജീക ലിതകൂന ലിമൻ ഖൽഫക ആയ. അൽ യൗമ, ഇന്ന് നിന്റെ ശരീരത്തെ ശേഷം വരുന്ന ആളുകൾക്കൊരു ദൃഷ്ടാന്തമായി, ഒരു അടയാളമായി ഞാൻ സംരക്ഷിക്കും, സൂക്ഷിക്കുമെന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞപ്പോ സ്വഹാബാക്കൾ ചോദിച്ചില്ല, നബിയേ അതെവിടെ? ഞങ്ങൾ ആരും കണ്ടില്ലല്ലോ. അവർക്കത് കാണണമെന്നില്ല. സമിഅനാ വ അത്അനാ, നബി പറഞ്ഞോ പിന്നെ അവിടെ സംശയമില്ല. അങ്ങനെയാ, നബി പറഞ്ഞോ പിന്നെ സംശയമില്ല.
ആ ഒരു വിശ്വാസത്തിലേക്ക് മുസ്ലിമീങ്ങളെ നമ്മൾ മാറണം. സ്വതന്ത്ര ചിന്താഗതിക്കാരും യുക്തിവാദികളും നിരീശ്വരവാദികളും ലിബറലിസ്റ്റും ഫെമിനിസ്റ്റും എല്ലാവരും ഇവിടെ ഒരുപാട് സംശയങ്ങളുമായി മുസ്ലിമീങ്ങളായ മുസ്ലിം സമുദായത്തിന്റെ ചിന്തകളെ ചോദ്യം ചെയ്യുന്ന ഒരു കാലഘട്ടത്തില് ഞാനൊരു മുസ്ലിമാണ്, അടിയുറച്ച വിശ്വാസിയാണ്, എനിക്ക് വലുതെന്റെ ഹബീബ് പറഞ്ഞതാണ്, എന്റെ റബ്ബ് പറഞ്ഞതാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് വിശ്വാസം അചഞ്ചലമായ വിശ്വാസമുള്ളവരായി മാറാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ തയ്യാറാവണം. അതാണ് വലുത്. അവിടെ യുക്തി ആലോചിക്കാനില്ല, അവിടെ തെളിവ് ചോദിക്കാനില്ല. പരിശുദ്ധ ഖുർആൻ പറയുന്നു ഇവിടെയുള്ള ഗോളങ്ങളെല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്ന്, പ്രപഞ്ചം ഇങ്ങനെ വിശാലമായി കൊണ്ടിരിക്കുന്നുവെന്ന്. അല്ലെ, ജെയിംസ് വെബ് പുറത്തുവിട്ട ഫോട്ടോ കണ്ടു. നമ്മൾ കണ്ട സയൻസ് ഒന്നുമല്ല സയൻസ് എന്ന് മനസ്സിലായി. സയൻസിനെ വിശ്വസിച്ച് നടക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇവിടെ ഉണ്ട്. എല്ലാം ഇവിടെ നിയന്ത്രിക്കുന്നത് സയൻസ് ആണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ. അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ പുറത്തുവിട്ട, ജെയിംസ് വെബ് പുറത്തുവിട്ട ഒരു ഫോട്ടോ ഉണ്ട്. ഗാലക്സികളുടെ നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് നിൽക്കുന്ന നമ്മളൊന്നും അറിയാത്ത വലിയൊരു ലോകം ഇവിടെ ഉണ്ട് എന്ന് ജനങ്ങളോട് പറഞ്ഞു. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. നിങ്ങൾ പഠിക്കണം, ഖുർആൻ ഒരിക്കലും സയൻസ് പറയാൻ വന്ന മതമല്ല. അതും കൂടി മനസ്സിലാക്കുക. ഖുർആൻ എന്നുള്ളത് സയൻസ് പറയാൻ വന്ന മതമല്ല. പക്ഷെ റിസർച്ച് നടത്താൻ, ഗവേഷണം നടത്താൻ പ്രോത്സാഹിപ്പിക്കാൻ വന്ന ഗ്രന്ഥമാണ് ഖുർആൻ. അല്ലാതെ ഇവിടെ സയൻസ് പഠിപ്പിക്കാൻ വന്ന അതൊന്നുമല്ല, ഗ്രന്ഥമൊന്നുമല്ല ഖുർആൻ. ഖുർആൻ പറയാണ് പ്രപഞ്ചം ഇങ്ങനെ വികസിക്കുന്നു എന്ന്. പ്രപഞ്ചത്തിലുള്ള സർവ്വഗോളങ്ങളെയും നക്ഷത്രങ്ങളെയും അല്ലാഹുവാണ് നിയന്ത്രിക്കുന്നത്. അപ്പൊ ഇതൊക്കെ പറഞ്ഞപ്പോ സ്വഹാബാക്കളിൽ ഒരാൾക്ക് പോലും ഒരു ഡൗട്ടുമില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് മക്കാ മുശ്രിക്കീങ്ങൾ പോയി പറഞ്ഞു, ഇന്നലെ രാത്രി നിന്റെ ഹബീബ്, നിന്റെ സുഹൃത്ത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി യാത്ര ചെയ്ത് തിരിച്ചു വന്നുവത്രേ. ആരും വിശ്വസിച്ചില്ല. അവര് സിദ്ദീഖ് തങ്ങളെ ഒന്ന് വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തി. ഇപ്പൊ നിങ്ങളെ പള്ളിയിൽ ഒരു ഉസ്താദ് പറയാൻ ഞാൻ ഇന്നലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? എന്തിനേറെ ഇന്ന് പല പ്രഭാഷണങ്ങളിലും പലരുടെയും കറാമത്തുകൾ പറയുന്നത് നിങ്ങൾ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ടാവും. ബഹുന്നരായ CM വലിയുള്ള ഒരുപാട് കറാമത്തുകളുള്ള ആളാണ്. എനിക്ക് മൂപ്പരുമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരുപാട് ആളുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, നേരിട്ട് അനുഭവിച്ച അവരുടെ എക്സ്പീരിയൻസ്. പക്ഷെ എല്ലാ കറാമത്തുകളും നമ്മൾ പബ്ലിക്കിനോട് പറഞ്ഞ പബ്ലിക്കിനത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇപ്പൊ ഇവിടെ പറയുന്ന കറാമത്തുകളൊക്കെ സത്യമാണോ അല്ലെങ്കിൽ കള്ളമാണോ എന്ന് എനിക്കറിയില്ല. പല കറാമത്തുകളും മൂപ്പരെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്, പലരും പറയുന്നുണ്ട്. പക്ഷെ സത്യമാണോ കള്ളമാണോ എന്ന്, സത്യമാണെങ്കിൽ വരെ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് പറയാൻ പാടില്ല എന്ന്. സത്യമാണെങ്കിൽ വരെ മൂപ്പര് ഫ്ലൈറ്റ് നിർത്തിയതും മൂപ്പര് ട്രെയിൻ നിർത്തിയതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. സത്യമാണോ അല്ലാഹു അലം. പക്ഷെ സത്യമാണെങ്കിൽ വരെ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് നമ്മൾ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. എന്തിനാണ് ഇത്തരം കറാമത്തുകൾ കൊണ്ട് ഇസ്ലാമിലേക്ക് ആകർഷിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്നഹ്. ആരെങ്കിലും ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗ്ഗത്തിലാണ്. പറഞ്ഞു തീരണം. ഠബേ എന്ന് പറഞ്ഞൊരു അടി കിട്ടി, ബോധം കെട്ടു വീണു. ആര്? അബൂ ഹുറൈറ. ആരാ അടിച്ചത്? മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്താ ഇപ്പൊ മൂപ്പര് ചെയ്ത തെറ്റ്? മൂപ്പരൊരു തെറ്റും ചെയ്തിട്ടില്ല. നബി തങ്ങൾ പറഞ്ഞത് അങ്ങനെ പോയിട്ട് പൊതുജനങ്ങളോട് പറയാൻ പാടില്ല. അമൃതങ്ങൾ പറഞ്ഞു, കേട്ടതും കണ്ടതും പഠിച്ചതൊക്കെ ജനങ്ങളോട് പറയേണ്ടവരോട് പോയിട്ട് പറഞ്ഞാൽ മതി. പോയിട്ട് നബി തങ്ങളോട് പോയിട്ട് പരാതി പറഞ്ഞു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങൾ ചെയ്തത് ശരിയാണ്. ഇനി ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ സ്വർഗം കിട്ടോ? പിന്നെന്തിനാ ഞാൻ നിസ്കരിക്കുന്നു? പിന്നെന്തിന് ഞാൻ ഖുർആൻ ഓതണം? പിന്നെന്തിന് ഞാൻ അതിനെ കഷ്ടപ്പെടണം? എന്തിന് തഹജ്ജുദ് നിസ്കരിക്കണം? ഈ കോരിച്ചൊരിയുന്ന മഴയത്ത് എന്തിന് പള്ളിയിലേക്ക് പോകണം? മരം കോച്ചുന്ന തണുപ്പിൽ എന്തിന് തഹജ്ജുദ് നിസ്കരിക്കണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഞാൻ പറയും, ഞാൻ സ്വർഗത്തിലാണ്. ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന അവസരവാദികളായ ആളുകൾ ഉണ്ടാകും. അതുകൊണ്ട് ജനങ്ങളോട് എന്ത് പറയണം, എങ്ങനെ പറയണം, ഏത് സമയത്ത് പറയണം, ആരോട് എന്ത് പറയണമെന്നൊക്കെ പഠിച്ചിട്ട് വേണം ഓരോ പ്രബോധകരും പ്രബോധനം നടത്തേണ്ടത്.
അതുകൊണ്ട് തന്നെയാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ മഹാനായ ഉമർ തങ്ങൾ അടിച്ചത്. പറയേണ്ടത് മാത്രം ജനങ്ങളോട് പറഞ്ഞാൽ മതി. മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞില്ലയോ, വഫാത്തിനോടടുക്കുന്ന സമയത്ത് 2 വിഭാഗം ഇൽമിന്റെ കയ്യിലുണ്ട്, 2 ചാക്ക് ഇൽമിന്റെ കയ്യിലുണ്ട്. അതിൽ ഒന്നേ ഞാൻ ജനങ്ങളോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. രണ്ടാമതൊന്ന് പറഞ്ഞാൽ എന്റെ തല തന്നെ അറുത്തുപോകുമോ, ഞാൻ കൊല്ലപ്പെടുമോ എന്ന ഭയം എനിക്കുണ്ട് എന്ന് വെറുതെയല്ല. എല്ലാ ഇൽമും എല്ലാ ജനങ്ങളോട് പറഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് ഇല്ലാത്ത കറാമത്തുകൾ എന്തായാലും പറയാൻ പാടില്ല. ഉള്ളത് തന്നെ പറയുമ്പോൾ ഏത് ജനങ്ങളോടാണ് ഞാൻ സംവദിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഓൺലൈൻ സംവിധാനങ്ങളുള്ള കാലമാണിത്. അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത, അവസരം കിട്ടിയാൽ ദീനിനെ കളിയാക്കുന്ന, ദീനിനെ പരിഹസിക്കുന്ന, ദീനിനെ കൊച്ചാക്കാനും കരിവാരിത്തേക്കാനും ശ്രമിക്കുന്ന ഒരു കൂട്ടം ട്രോളന്മാരവിടെയുണ്ട്. ഒരു കൂട്ടം യുക്തിവാദികളും നിരീശ്വരവാദികളും എക്സ് മുസ്ലിമീങ്ങളും അവിടെയുണ്ട്. അവർക്ക് പരിശുദ്ധമായ ഇസ്ലാമിനെ ആക്ഷേപിക്കാനുള്ള ആയുധം നമ്മളായിട്ട് അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മഹാന്മാരായ സ്വഹാബാക്കൾക്ക് അതിൽ സംശയമില്ല. അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു, ഇന്നലെ രാത്രി നിന്റെ ഹബീബായ നിന്റെ സുഹൃത്ത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയത്രേ. അപ്പോഴെന്താണ് മഹാനായ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞത്? ബൈത്തുൽ മുഖദ്ദസിലേക്ക് 2 മാസത്തെ യാത്രയുണ്ട്. ഇന്നലെ രാത്രി ഇവിടെ കിടന്നുറങ്ങി, രാവിലെ എണീക്കുമ്പോൾ അവിടെ തന്നെ ഉണ്ട്. എന്നിട്ട് മൂപ്പര് പറയാ, ഞങ്ങള് എവിടെ പോയി? ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി. ഈ വിവരം ഇന്നത്തെ യുക്തിവാദികൾ വിശ്വസിക്കുമോ? ഇന്നത്തെ നിരീശ്വരവാദികൾ വിശ്വസിക്കുമോ? എന്ന് വെച്ചിട്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? എന്ന് വെച്ച് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ഇസ്രാ മിഅ്റാജിന്റെ വിഷയത്തിൽ ചർച്ചകളുണ്ട്, അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ ബൈത്തുൽ മുഖദ്ദസിന്റെ വിഷയത്തിൽ ഒരു അഭിപ്രായം പോലുമില്ല. സ്വഹാബാക്കൾക്കിടയിലോ പണ്ഡിതന്മാർക്കിടയിലോ പരിശുദ്ധമായ ഖുർആനിലോ ഒരു അഭിപ്രായമില്ല. 2 മാസം ദൈർഘ്യമുള്ള യാത്രയാണത്. ആ യാത്ര ഒരു രാത്രിയുടെ ഒരു അല്പസമയം കൊണ്ട് പോയി വന്നു എന്ന് പറയുമ്പോ ഇവിടുത്തെ യുക്തിവാദികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അവസരവാദികളും സ്വതന്ത്ര ചിന്താഗതിക്കാർക്കും നിരീശ്വരവാദികൾക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല. അവർ ഉൾക്കൊണ്ടാലും ഇല്ലെങ്കിലും ഇതൊരു ഫാക്റ്റാണ്. വിശാലമായ വിജനമായ നീണ്ടു കിടക്കുന്ന പാറക്കൂട്ടങ്ങളോട് ഒരു ഒട്ടകത്തെ പ്രസവിക്കണമെന്ന് പറഞ്ഞപ്പോ ഒട്ടകം പ്രസവിച്ചു എന്നുള്ളത് വിശ്വാസികളായ നമ്മൾക്കതിൽ ഡൗട്ടില്ല, സംശയമില്ല. എന്നാൽ യുക്തിവാദികൾ ചോദിക്കുമ്പോൾ ഒരു പാറ ഒട്ടകത്തെ പ്രസവിക്കുകയോ? 40 ദിവസത്തോളം മത്സ്യത്തിന്റെ വയറ്റിൽ സ്വതന്ത്രമായി സുഖമായി ഒരാൾ ജീവിച്ചു, എന്നിട്ട് സ്വതന്ത്രനായി പുറത്തേക്ക് ആരോഗ്യത്തോടെ തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ യുക്തിവാദികൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. പക്ഷെ വിശ്വാസികളായ നമ്മൾക്കതിൽ സംശയമുണ്ടോ? അപ്പൊ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് ഫിർഔനിന്റെ ശരീരം അല്ലാഹു തആല പറഞ്ഞു, ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. എന്തിനെ? ലിതകൂന ലിമൻ ഖൽഫക ആയ, ശേഷം വരുന്ന ആളുകൾക്ക് ഒരു അടയാളം, ഒരു ദൃഷ്ടാന്തം നിന്നെ കണ്ട ആളുകൾ മനസ്സിലാക്കണം. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ആ ഒരു ഡെഡ് ബോഡി കണ്ടെത്തി. എന്തിന്? നമ്മളെപ്പോലെ സംശയാലുക്കളായ ആളുകളുടെ ഈമാനിന്റെ വർധനവിന് വേണ്ടിയാണ്. ജനങ്ങൾ സംശയാലുക്കളാകുമ്പോ ഓരോ അടയാളങ്ങൾ അല്ലാഹു നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരിക. മഹാന്മാരായ സ്വഹാബാക്കൾക്ക് ആർക്കും എന്താണ് വയറ്റിൽ നടക്കുന്നത് എന്നറിയില്ല. എന്നിട്ടും നബി തങ്ങൾ പറഞ്ഞു, അട്ടയെപ്പോലെ പൊട്ടിപ്പിടിച്ചു നിൽക്കുന്ന രക്തത്തിൽ നിന്നാണ് അല്ലാഹു മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. അവരാരും ചോദിച്ചില്ല, ഞങ്ങളാരും കാണാത്തതാണല്ലോ, ഞങ്ങളത് വിശ്വസിക്കൂല എന്നവർ പറഞ്ഞില്ല. സമിഅനാ വഅതഅനാ, ഞങ്ങളത് അനുസരിക്കുകയാണ് നബിയെ, ഞങ്ങളത് കേൾക്കുകയാണ് നബിയെ. എന്നിട്ട് അവരെ പഠനം നടത്താൻ തുടങ്ങി, റിസർച്ച് നടത്താൻ തുടങ്ങി. ആ ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ടാണ് പ്രവാചകൻ 610 അല്ലാഹുവിന്റെ ഹബീബിന് നുബുവത്ത് ലഭിക്കുന്നത്. 570 ജനിച്ചു, 610 നുബുവത്ത് ലഭിച്ചു. 623 ആകുമ്പോ പ്രവാചകൻ 623 എങ്ങോട്ട് പോയി? മദീനയിലേക്ക് പോയി. 633 അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. 622 പോയി, 632 വഫാത്തായി എന്ന്. ഏതായാലും അല്ലാഹുവിന്റെ ഹബീബായ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ലോകത്ത് 23 വർഷത്തിന്റെ ജീവിതത്തിൽ പഠിപ്പിച്ചത് ഇൽമ് പ്രചരിപ്പിക്കാനും ഇൽമ് പഠിപ്പിക്കാനുമാണ്. നന്നായി പഠിക്കാനാണ്, നന്നായി ഗവേഷണം നടത്താനാണ്. ഖുർആൻ നിരന്തരമായി പറഞ്ഞു, അഫലാ തഅഖിലൂൻ, എന്തേ നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ? അഫലാ തതദബ്ബറൂൻ, നിങ്ങൾക്ക് ആലോചിച്ചുകൂടെ? അഫലാ തതഫക്കറൂൻ, നിങ്ങൾക്ക് ഗവേഷണം നടത്തിക്കൂടെ? ഖുർആൻ ചോദിക്കാണ്, ആയാതി
ആയാത്തിൻ ലിഉലിൽ അൽബാബ്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. നിങ്ങൾ ചിന്തിക്കണം. ചിന്താശേഷിയില്ലാത്ത ഉറങ്ങിക്കിടക്കുന്ന ആളുകളായി നിങ്ങൾ മാറരുത്. ആശയങ്ങളില്ലാത്ത ആളുകളായി മാറരുത്. നിരന്തരമായി രാജ്യത്തിന് പുതിയ പുതിയ ആശയങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടവരാണ് നിങ്ങൾ. ഇതൊക്കെ എവിടുന്ന്? പരിശുദ്ധമായ ഖുർആനിലെ ആദ്യത്തെ 5 ആയത്തുകളിൽ നിന്ന് അള്ളാഹുവിന്റെ ഹബീബ് പുതിയ പുതിയ ആശയങ്ങളാണ് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്. പിന്നെ പഠിച്ചു, സ്കാനിംഗ് സംവിധാനങ്ങൾ വന്നു. എന്താണ് ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ സംഭവിക്കുന്നത് എന്ന് വ്യക്തമായി അറിയാനും നമ്മൾക്ക് സാധിക്കാൻ തുടങ്ങി. അപ്പൊ നമ്മൾക്ക് മനസ്സിലായി പരിശുദ്ധമായ ഖുർആനിലെ 2ാമത്തെ ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. രക്തക്കട്ടയിൽ നിന്നാണ് മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞത് വെറുതെയല്ല, ഇത് സത്യമാണ്. അങ്ങനെ പരിശുദ്ധമായ ഖുർആനിലെ ഓരോ ആയത്തുകളും ബേസ് ചെയ്ത് പഠിക്കേണ്ടവരാണ് മുസ്ലിമീങ്ങളായ നമ്മൾ. മുസ്ലിമീങ്ങളായ നമ്മുടെ പണിയാണിത്. നമ്മൾ പഠിച്ചില്ലെങ്കിൽ വേറെ ആരെങ്കിലും പഠിക്കും? നമ്മള് സമൂഹത്തിൽ നിന്ന്, ജനങ്ങളിൽ നിന്ന് തരം താഴ്ത്തപ്പെടും. അതുകൊണ്ട് പഠിക്കണം. ആബിദിന്റെ ഇബാദത്തിനേക്കാളും ആലിമിന്റെ ഇൽമിനും ചെലവഴിക്കുന്ന സമയത്തിനും പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞത്. നിങ്ങൾ നിസ്കരിച്ചിട്ട് പള്ളിയിൽ ഇങ്ങനെ എന്താ കണ്ട ചടഞ്ഞുകൂടണ്ട, ഇറങ്ങി പഠിക്കണം എന്നുള്ള ഒരു ആശയമാണ്. ഇങ്ങനെ ആരാധിച്ച സ്വർഗം കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ പഠിക്കാൻ പോവാതെ, ഗവേഷണം നടത്താതെ, തസ്ബീഹ്മാല കയ്യിൽ പിടിച്ചിങ്ങനെ ഇരിക്കണ്ട. നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. മരിക്കുന്നത് വരെ നിരന്തരമായി നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങൾ ആലോചിച്ചു നോക്ക്, മഹാനായ ആദം നബി അലൈഹിസ്സലാമിന് ഇത് വലിയൊരു ആശയാണ്. മഹാനായ ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സൃഷ്ടിക്കുമ്പോൾ മഹാന്മാരായ മലക്കുകളോട് അല്ലാഹു പറയുന്നുണ്ട്, ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. ഭൂമിയിൽ ഞാനൊരു പ്രതിനിധിയെ സൃഷ്ടിക്കാൻ പോവാൻ. അപ്പോഴെന്താണ് മലക്കുകൾ ചോദിച്ചത്? മലക്കുകൾ പറഞ്ഞു, എന്തിനാണ് പടച്ചോനെ? നഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക. നിന്നെ ആരാധിക്കാനും ഇബാദത്ത് ചെയ്യാനും തസ്ബീഹ് ചൊല്ലാനും ഞങ്ങളില്ലയോ അല്ലാഹ്? ഞങ്ങളില്ലേ? പോരെ. എന്തിനാ ഈ മനുഷ്യന്മാർ? അവരുടെ പണി എന്താണ്? രക്തം ചിന്ത, കൊല്ല, ഫിത്ന പറയാ, ഗീബത്ത് പറയാ. ഇങ്ങനെയുള്ള ഫിത്നക്കാരായ ആളുകളെ സൃഷ്ടിക്കണോ? അപ്പോഴെന്താണ് അല്ലാഹു പറഞ്ഞത്? ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. നിങ്ങൾ അറിയാത്ത പലതും എനിക്കറിയാം. അവർ കൊന്നാലെന്താ? അവർ രക്തം ചിന്തിയാലെന്താ? ഫിത്ന പറഞ്ഞാലെന്താ? വേറെ ഒരു രഹസ്യമായ ഒരു ലക്ഷ്യം എന്റെ സൃഷ്ടിപ്പിലുണ്ട് എന്ന് അവരോട് തുടക്കത്തിൽ തന്നെ അല്ലാഹു പറഞ്ഞു. എന്നിട്ട് എന്താണ് അവിടെ ആദ്യമായി സംഭവിക്കുന്നത്? വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. ആരാധ്യ പുരുഷന്മാരായ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന മലക്കുകളുടെ മുമ്പിൽ അല്ലാഹു ആലിമായ ആദം നബിയെ കൊണ്ടുപോവുകയാണ്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. അവിടെ ഇരിക്കുന്ന എല്ലാ വസ്തുക്കളുടെയും പേര് അല്ലാഹു ആദം നബി അലൈഹിസ്സലാമിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇൽമ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആദം നബിക്ക്. ഇവർക്കൊക്കെ എന്താ പണി? മലക്കുകൾക്ക് തിന്നാതെ കുടിക്കാതെ ബാത്റൂമിൽ പോവാതെ പഠിച്ചോൻ ആരാധിക്കുക. ആദം നബിക്ക് എന്താ പറഞ്ഞത്? ആദ്യമായിട്ട് അല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. പിന്നെ മഹാനായ ആദം നബി അലൈഹിസ്സലാമിനെ മലക്കുകളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് മലക്കുകളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ പേരറിയോ? ഇതിന്റെ പേരെന്താ? ഇതിന്റെ പേരെന്താന്ന് വെച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അറിയില്ല പഠിച്ചോനെ, നീ പഠിപ്പിച്ചതല്ലാതെ ഒന്നും ഞങ്ങൾക്കറിയില്ല. ആദം നബിയോട് പറഞ്ഞു, അംബിഉഹും ബിഅസ്മാഇഹിം. എന്നാ നിങ്ങൾ പറഞ്ഞു കൊടുക്കി. ആദം നബി അലൈഹിസ്സലാം ഓരോന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു. എന്താ അവിടെ സംഭവിച്ചത്? വർഷങ്ങളോളം ഒരു സെക്കൻഡ് പോലും തിന്നാനും കുടിക്കാനും ഉറങ്ങാനും ചെലവഴിക്കാത്ത മലക്കുകൾ ഒരു ഇൽമ പഠിപ്പിച്ചു കൊടുത്ത ആലിമിന്റെ കാലിൽ വീണ് സുജൂദ് ചെയ്തു. നിങ്ങൾ പറ, ഇനി ആദം നബി അല്ലാഹു എന്തിനാ സൃഷ്ടിച്ചത്? ആദം നബി ഇബാദത്ത് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ആദം നബിയെ സൃഷ്ടിച്ച ഉടനെ അല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. മഹാന്മാരായ മലക്കുകളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് മലക്കുകളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇതിന്റെ പേരറിയുമോ? നിങ്ങൾ എന്താ പഠിച്ചത്? നിങ്ങൾ പറഞ്ഞു തരി. അവര് പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല. എന്ന ആദമേ, നിങ്ങൾ പറഞ്ഞു കൊടുക്ക്. ആദം നബി അലൈഹിസ്സലാം ഓരോന്നും വ്യക്തമായി മഹാന്മാരായ മലക്കുകളോട് പറഞ്ഞു കൊടുത്തപ്പോൾ അല്ലാഹു മലക്കുകളോട് പറഞ്ഞത്, എത്രയോ വർഷങ്ങളായി മരണമില്ലാതെ ഒരു സമയം പോലും നഷ്ടപ്പെടുത്താതെ അല്ലാഹുവിന് വേണ്ടി ആരാധിക്കുന്ന നിങ്ങൾ ഈ ഒരു ആലിമിന്റെ മുമ്പിൽ പോയി സുജൂദ് ചെയ്യുന്നാണ്. നിങ്ങൾ പറ, എന്തിനാണ് അല്ലാഹു ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചത്? ഇൽമ പഠിപ്പിക്കാനാണ്, ജനങ്ങളിലേക്ക് ഇൽമ എത്തിച്ചു കൊടുക്കാനാണ്. അതാണ് ഈ മഹത്തായ സ്ഥാപനത്തിന്റെ പ്രത്യേകത. ഈ സ്ഥാപനത്തെ നമ്മൾ കൈവിട്ടു പോകാൻ പാടില്ല. ഓരോ നാട്ടിലും ഓരോ സ്ഥാപനങ്ങൾ വരുന്നത്
ജനങ്ങളിലേക്ക് പുതിയ പുതിയ അറിവുകൾ കണ്ടെത്താനാണ്. എത്രയോ PhD സ്കോളേഴ്സ് ഇല്ലേ? നമ്മൾ എല്ലാ വിഷയങ്ങളും അഗാധമായി പഠിക്കണമെന്നില്ല. ഒരു ചൊല്ലുണ്ട്, നമ്മൾക്ക് എന്തറിയണം? സംതിങ് അബൌട്ട് എവറിത്തിങ്. എല്ലാ കാര്യത്തെക്കുറിച്ചും ചെറിയ ഒരു ഐഡിയ നമ്മൾക്ക് ഉണ്ടാവണം. ഇന്ന് ഞാനൊരു സ്കൂളിൽ ചെറിയൊരു സംസാരത്തിന് രാവിലെ പോയിരുന്നു. അപ്പൊ ഞാൻ അവിടെ കുട്ടികളുടെ സത്യപ്രതിജ്ഞ ഉണ്ടായിരുന്നു. 1 മുതൽ 10 വരെയുള്ള കുട്ടികൾ ലീഡേഴ്സായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു സമയം ഞാൻ പറഞ്ഞു, ഈ സത്യപ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ, സത്യപ്രതിജ്ഞ നിങ്ങളെല്ലാവരും ഇങ്ങനെ കൈവച്ച് ചെല്ലി. ഈ സത്യപ്രതിജ്ഞ ലംഘനം നടന്നാല് പിന്നെ അവിടെ പുറത്താക്കലില്ല, ഓട്ടോമാറ്റിക് രാജിയാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു, ഇപ്പൊ അടുത്തിട്ടൊരു സത്യപ്രതിജ്ഞ ലംഘനം നടന്നപ്പോ പെട്ടെന്നൊരാൾ രാജിവെക്കേണ്ടി വന്നല്ലോ, അയാളുടെ പേരറിയോന്ന് ചോദിച്ചു. A+B² A² + 2AB + B² എന്ന് പറയും നമ്മള് കുട്ടികളൊക്കെ. 2 ദിവസം ഒരാഴ്ച മുമ്പ് രാജിവെച്ച സജി ചെറിയാന്റെ പേരറിയില്ല. 1 മുതൽ 10 വരെയുള്ള കുട്ടികളുണ്ട്, പൊതുവിവരമില്ല. ഇതൊക്കെ നമ്മൾ അറിയേണ്ട ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ജനറൽ നോളജ് അല്ലേ? അത്രത്തോളം കോലാഹലങ്ങൾ സൃഷ്ടിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു, ഈ A+B² എന്ന് പഠിക്കാൻ എത്ര പണിയുണ്ട് അല്ലെ? A² + 2AB + B² എന്ന് പറയാൻ കാണാതെ പഠിക്കാൻ പണിയുണ്ട്. അതൊക്കെ നന്നായിട്ട് അറിയാം. സയൻസിലെ ഇക്വേഷൻ അറിയാം, എലമെന്റ്സിന്റെ പേരുകളൊക്കെ അറിയാം. പക്ഷെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും ചെറിയൊരു ഐഡിയ വേണം എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയുന്നില്ല. നമ്മൾ അങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളെ കുറിച്ച് ചെറിയൊരു ഐഡിയ വേണം. സ്പോർട്സിനെ കുറിച്ച് അറിയണം, സിനിമയെ കുറിച്ച് അറിയണം, പത്രങ്ങളെ കുറിച്ച് അറിയണം, മാധ്യമങ്ങളെ കുറിച്ച് അറിയണം, രാഷ്ട്രീയം അറിയണം, കളികൾ അറിയണം. എല്ലാറ്റിനെ കുറിച്ചും ചെറിയ ഒരു ഐഡിയ വേണം. അതിലൊക്കെ അഗാധമായ ഡീപ്പിലുള്ള അല്ലെങ്കിൽ ഡെപ്തിലുള്ള ഇൽമു വേണം എന്നല്ല പറയുന്നത്, ചെറിയൊരു ഐഡിയ വേണം. എന്നിട്ടോ എവറിത്തിങ് അബൌട്ട് സംതിങ്, ഒരു വിഷയത്തെ കുറിച്ച് നന്നായിട്ട് അറിയാൻ വേണം. ഒരു വിഷയത്തെ കുറിച്ച് നന്നായിട്ട് അറിയാൻ വേണം. അങ്ങനെയൊക്കെയാണ് ആലിമീങ്ങൾ. ഫഖീഹ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഹദീസ് അറിയില്ല എന്നല്ല, അവർക്ക് എവറിത്തിങ് അബൌട്ട് ഫിഖ്, ഫിഖ്ഹിനെ കുറിച്ചെല്ലാം അവർക്കറിയാം. പക്ഷെ ഹദീസിനെ കുറിച്ച് അറിയില്ല എന്നല്ല. ഹദീസിനെ കുറിച്ചൊക്കെ അതിന്റെ ആഴത്തിലുള്ള പഠനം ഇല്ലെങ്കിലും അവർക്ക് ഹദീസിനെ കുറിച്ച് അറിയാം, അവർക്ക് തഫ്സീർ അറിയാം, അവർക്ക് ഉസൂലുൽ ഫിഖും ഉലൂമുൽ ഖുർആൻ ഒക്കെ അവർക്കറിയാം. പക്ഷേ എവറിത്തിങ് അബൌട്ട് ജൂറിസ്പ്രുഡൻസ്, അവർക്ക് ഫിഖ്ഹിനെ കുറിച്ചെല്ലാം അറിയാം. മുഹദ്ദിസുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഹദീസിനെ കുറിച്ചെല്ലാം അവർക്കറിയാം, ഫിഖ് അറിയില്ല എന്നല്ല, മസലകൾ അവർക്കറിയാം. പക്ഷെ ഇതിനെ കുറിച്ച് അവരെല്ലാം നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇതേപോലെ നമ്മളെല്ലാവരും ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾക്ക് നന്നായിട്ട് അഗാധമായ പാണ്ഡിത്യം ഉണ്ടാവണം. ഒരു വിഷയത്തെ കുറിച്ച് ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളെ കുറിച്ചും ചെറിയ ഒരു ഐഡിയ എങ്കിലും നമ്മൾക്കുണ്ടാവണം. അല്ലെങ്കിൽ ലോകത്ത് പിടിച്ചെടുക്കാൻ കഴിയില്ല. അല്ലാഹു നമ്മൾക്ക് നാഫിയായ ഇൽമും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിക്കട്ടെ. എപ്പോഴും ദുആ ചെയ്യേണ്ട ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹു നമ്മൾക്ക് ഇൽമു തരട്ടെ. ഞാൻ നീട്ടിക്കൊണ്ടുപോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അപ്പൊ മഹാന്മാരായ സ്വഹാബാക്കൾക്കൊന്നും ഇതിൽ യാതൊരു ഡൗട്ടും ഉണ്ടായില്ല. നിങ്ങൾ വേറൊരു കാര്യം ചിന്തിച്ചു നോക്ക്. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം എന്തുകൊണ്ടുവരാൻ പറഞ്ഞു? ബൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം കൊണ്ടുവരാൻ പറഞ്ഞപ്പോ ഇഫ്രീത്ത് എന്ന് പറയുന്ന ജിന്ന് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഇരിപ്പിടത്തിൽ നിന്ന് എണീക്കുന്നതിന് മുമ്പ് ഞാൻ പോയി കൊണ്ടുവരാം. എവിടെയോ? കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള ബൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം. അപ്പോ സുലൈമാൻ നബി ഇങ്ങനെ നോക്കി, അടുത്താൾ എണീറ്റിട്ട് പറഞ്ഞു, നിങ്ങളുടെ കണ്ണ് ചിമ്മി തുറക്കുമ്പോ ഞാൻ കൊണ്ടുവരാം. ആരാ പറഞ്ഞത്? ഇൽമുള്ള ഒരു മനുഷ്യൻ പറഞ്ഞു. ഇൽമു എന്ന് പറഞ്ഞാൽ അതൊരു കഴിവാണ്. ഇൽമു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കും, കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള ഒരു വസ്തു പെട്ടെന്ന് കൊണ്ടുവരുന്നതും ഇൽമും എന്ത് ബന്ധാണ്? അങ്ങനെ ബന്ധമുണ്ട്, അങ്ങനെ ബന്ധമുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആലിമായ ഒരു മനുഷ്യൻ എവിടുന്ന് പറഞ്ഞു, ഇൽമുള്ള ഒരു മനുഷ്യൻ എവിടുന്ന് പറഞ്ഞു, നിങ്ങൾ കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം. അദ്ദേഹം കൊണ്ടുവരും ചെയ്തു. കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ഒരു ജിന്നിന് സാധിക്കാത്തത് ഒരു മനുഷ്യൻ അവിടെ എത്തിച്ചു. അപ്പൊ പ്രിയപ്പെട്ട, ഇൽമിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പഠിക്കുക, നമ്മുടെ മക്കളെ പഠിപ്പിക്കുക. നമ്മൾ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മക്കളെ പഠിപ്പിക്കാതിരിക്കരുത്.